السلام عليكم ورحمة الله وبركاته. وعليكم السلام. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم. كلما ذكره الذاكرون وغفل عن ذكره الغافلون عدد ما في علم الله صلاة دائمة بدوام ملك الله. أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. 14-ാം രാവിലെ ചന്ദ്രന്റെയും പ്രകാശം നമ്മൾ കാണുമ്പോൾ ദൂതരുടെ പ്രകാശം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാതിരുന്നാൽ നാം എന്ത് വിശ്വാസിയാണ്? ആ പരിശുദ്ധമായ മദീനയിൽ മഗ്‌രിബിന്റെ ബാങ്ക് മുഴങ്ങുന്ന ഈ മനോഹരമായ നിമിഷത്തിൽ നമ്മളിതാ 4000 കിലോമീറ്ററുകൾക്ക് അകലെ നിന്ന് ഇതാ 1400 വർഷങ്ങൾക്ക് ശേഷം ആ തിരുദൂതരുടെ മനോഹരമായ മദീനയെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. നമുക്ക് പറയാൻ ഈ തിരുദൂതരല്ലാതെ മറ്റാരാണുള്ളത്? നമുക്ക് അവതാരങ്ങൾ പാടി പുകഴ്ത്താനും മുദ്രഹിതങ്ങളല്ലാതെ മറ്റേതു നേതാവാണുള്ളത്? ഒരുപാട് നേതാക്കളില്ല, ഒരേ ഒരു നേതാവ് മാത്രം. ഒരുപാട് കേന്ദ്രങ്ങളില്ല, ഒരു കേന്ദ്രം മാത്രം. സകല പ്രാർത്ഥനകൾക്കും ഉത്തരമുള്ള, സകല തെറ്റുകളും പൊറുക്കപ്പെടുന്ന, സകല പ്രയാസങ്ങളും ഏറ്റെടുക്കപ്പെടുന്ന മഹനീയമായ മദീന എന്ന പുണ്യഗേഹം. नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे. हम अपने नबी पाक से यूं प्यार करेंगे, हर हाल में सरकार का मिलाद करेंगे. ആ തിരുദൂതരെ കുറിച്ച് പറയുവാനല്ലാതെ, ആ മഹത്വങ്ങളെ പാടുവാനല്ലാതെ, ആ സ്വലാത്തുകളെ കൊണ്ട് സുഗന്ധം പുരട്ടുവാനല്ലാതെ ഈ നാവും ചുണ്ടും പിന്നെ മറ്റെന്തിനാണ്? ആ മനോഹരമായ മദീനയുടെ കീർത്തനങ്ങൾ കേൾക്കുവാനല്ലെങ്കിൽ ഈ കാതുകൾ പിന്നെ എന്തിനാണ്? ആ സ്വർഗ സമാനമായ പരിശുദ്ധ മദീന എന്ന സുഗന്ധ നഗരിയെ ഒന്നൊഴിഞ്ഞു കാണുവാനല്ലെങ്കിൽ ഈ കണ്ണുകൾ പിന്നെ എന്തിനാണ്? തിരുനൂറെ കാണാത്ത കണ്ണ് എന്തിനാ? ആ സ്വരം കേൾക്കാത്ത കാലെന്തിനാ? തിരുനൂറെ കാണാത്ത കണ്ണ് എന്തിനാ? ആ സ്വരം കേൾക്കാത്ത കാലെന്തിനാ? ഇത്രമേൽ ജനകോടികളായ വിശ്വാസികളെ സ്വാധീനിക്കുകയും അവരെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുകയും ആഗ്രഹിപ്പിക്കുകയും അവരെ വല്ലാതെ സന്തോഷിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത മറ്റൊരു നഗരം മദീനയല്ലാതെ മറ്റേതുണ്ട്? പ്രിയപ്പെട്ടവരെ, കോടിക്കണക്കിന് വരുന്ന ആശികീകളുടെ ചുടുകണ്ണുനീരു വീണ് നനഞ്ഞു കുതിർന്ന മണ്ണാണ് മദീന. ആ മദീനയുടെ കാവൽക്കാരനായ ഉഹുദ് മലയെ തടിയിൽ തലോടി വരുന്ന ഒരു
കടുത്ത മന്ദമാരുതൻ നമ്മുടെ ആത്മാവിനെ മുത്തം വെച്ചുകൊണ്ട് കടന്നു പോകുന്ന പോലെ ഈ സദസ്സിൽ നിന്ന് നമുക്ക് അനുഭവപ്പെടണം. ആ മദീനയുടെ തണുപ്പും പ്രകാശവും സുഗന്ധവും നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് ഇറങ്ങിച്ചെന്ന് ഹറാമുകളുടെ മാലിന്യ കൂമ്പാരമായ നമ്മുടെ കൽബുകളെ പ്രകാശിപ്പിക്കണം. കുളിരും ദൂത് പോകും മധുമരാഗങ്ങളോതും യാ നബി പൂവെണ്ണിലാവേ तेरी तरफ सर झुकाए आया हूँ जिसके भिड़े आए नबी चाहे तू बना है. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച നാട് മക്കയാണ്. ഏറ്റവും പവിത്രമായ നാടും മക്ക തന്നെയാണ്. അവിടെ നന്ദി ഉറങ്ങുന്ന മണ്ണ് പരിശുദ്ധമായ മദീനത്തെ മണ്ണാണ്. ഈ ഭൂമിയിലെ ഏറ്റവും പവിത്രതയുള്ള മണ്ണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പൂവേലിയ പുണർന്നു കിടക്കുന്ന ആ മദീനത്ത് ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ ഹിജ്റത്തുൽ ശരീഫയിലെ മുത്തനബി തങ്ങളുടെ ഖബർ ശരീഫിന്റെ മണ്ണാണ്. അവിടത്തേക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഏറ്റവും മഹത്തായ ഗ്രന്ഥമാണ്. അവിടുന്ന് ഏതൊരു ഉമ്മത്തിന് നേതൃത്വം നൽകുന്നുവോ ആ ഉമ്മത്ത് ഏറ്റവും പവിത്രതയുള്ള സമുദായമാണ്. ഏത് രാത്രിയിൽ പകലിൽ എവിടെ പിറന്നോ ആ രാത്രിക്ക് ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമാണ്. ഏത് പകലിൽ അവിടെ ഭൂമിയിലേക്ക് കടന്നു വന്നോ ആ പകൽ ഈ ഭൂമി കണ്ട ഏറ്റവും പവിത്രമായ പകലാണ്. യാ ത്വയ്യിബതു ജിഅതക സഫാ ലിറസൂലില്ലാഹി മുഹിബ്ബാ بالروضة سكنت روحي وجوار الهادي محمد يا طيبة جئت بصفا لرسول الله محبا بالروضة سكنت روحي وجوار الهادي محمد صلى الله عليه وسلم. ആ പരിശുദ്ധമായ മദീനത്തേക്ക് കടന്നു വന്നാൽ തടുക്കാത്ത മാനസങ്ങൾ ഏതാണുള്ളത്, കരയാത്ത കൈകൾ ഏതാണുള്ളത്, വിതുമ്പാത്ത ചുവടുകൾ ഏതാണുള്ളത്, പിടയാത്ത മാനസങ്ങൾ ഏതാണുള്ളത്, അവിടെ പൊറുക്കപ്പെടാത്ത തെറ്റുകൾ ഏതാണുള്ളത്, അവിടെ സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനകൾ ഏതാണുള്ളത്, അവിടെ ഏറ്റെടുക്കപ്പെടാത്ത പരാതികൾ ഏതാണുള്ളത്. പരിശുദ്ധമായ മദീനയാണിത്. वही बना है तो दिल चाहता है वो सोने से कंगन वो चांदी से माटी नजर में बसा है तो दिल चाहता है बकीर मन्ने വിളിക്കാമോ എന്നെ പകൽ രാവിലെല്ലാം കൊതിക്കുന്നു നിന്നെ. ഹബീബായ തങ്ങൾ ജനിച്ച മക്ക ഏറ്റവും പവിത്രമായ നാടാണെങ്കിൽ അവിടെ നന്ദി ഉറങ്ങുന്ന മദീന ഏറ്റവും പവിത്രമായ മണ്ണാണെങ്കിൽ അവിടത്തേക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത പരിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ ഏറ്റവും പവിത്രമായ ഗ്രന്ഥമാണെങ്കിൽ അവിടുന്ന് ജനിച്ചു വീണ പരിശുദ്ധമായ രാത്രി ലൈലത്തുൽ ഖദ്റിനേക്കാൾ മഹത്വമുള്ള രാത്രിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ 1400 വർഷങ്ങൾക്കപ്പുറം കൃത്യമായി പറഞ്ഞാൽ 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള റബീഉൽ അവ്വലിന്റെ ആ 12ാമത്തെ രാവിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് കൊണ്ടുപോകട്ടെ. പരിശുദ്ധമായ മക്ക നഗരത്തിലേക്ക് ഇന്ന് കാണുന്ന പോലെ അമ്പലചുംബികളായ കെട്ടിടങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മക്കയല്ല, മാനത്തോളം ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ പർവ്വതങ്ങളുടെ പടിത്തട്ടിലായി പരിലസിക്കുന്ന മക്ക എന്ന പരിശുദ്ധമായ നഗരി. ചെറിയ ചെറിയ കൊച്ചു കൂരകൾ മാത്രമാണ് മക്കയിലുള്ളത്. ആ കൊച്ചു കൂരകളുടെ കേന്ദ്ര ബിന്ദുവായി അല്ലാഹുവിന്റെ പരിശുദ്ധ ഭവനമായ കഅബാലയമാണ്. ആ കഅബാലയത്തിൽ കാണാൻ ആയിരക്കണക്കിന് കാതകൾ കടലുകൾ
മനുഷ്യന്മാർ കടന്നു വരികയാണ്. ഒന്ന് ഹജ്ജ് ചെയ്യാൻ, ഒന്ന് തവാഫ് ചെയ്യാൻ എപ്പോഴും പരിശുദ്ധമായ കഅബാലയം ശബ്ദമുഖരിതമാണ്. ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് ജനങ്ങൾ പല ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന നേരത്ത് കുറെ ആൾക്കാർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറെ ആൾക്കാർ കഅബയുടെ ഉള്ളിൽ സ്ഥാപിച്ച ബിംബങ്ങൾക്ക് വേണ്ടി ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ചില ആൾക്കാർ വർത്തമാനത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ആ സമയത്ത് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിന്റെ അകത്തളങ്ങളിൽ ഒരു മനുഷ്യന്റെ ശബ്ദം മുഴങ്ങുകയാണ്. യാ മഅ്ശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, ഒന്ന് കടന്നു വരൂ. ഖുറൈശി പ്രമുഖന്മാര് ആ മനുഷ്യന്റെ അരികിൽ വന്ന് കൂടുകയാണ്. അയാൾ മതക്കാരനല്ല, മറ്റൊരു നാട്ടിൽ നിന്ന് വന്നതാണ്. ആ മനുഷ്യൻ എന്താണ് പറയാറുള്ളത് എന്ന് കേൾക്കാൻ അവർ അയാളുടെ അരികിൽ വന്ന് കൂടുകയാണ്. അയാൾ പറഞ്ഞു തുടങ്ങുകയാണ്, അല്ലയോ മക്ക നിവാസികളെ, ഈ പരിശുദ്ധമായ നാട്ടിൽ ഒരു പ്രവാചകന്റെ ആഗമനത്തിന്റെ സമയമായിരിക്കുന്നു. ഒരു പ്രവാചകൻ കടന്നു വരുമെന്ന് ഞങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് കൊല്ലങ്ങളായി ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകന്റെ പേരെന്താണ്? ആ പ്രവാചകന്റെ വിശേഷണം എന്താണ്? അവിടുന്ന് ജനിക്കുന്ന സമയം ഏതാണ്? അവിടുന്ന് ജനിക്കുന്ന നാടേതാണ്? എല്ലാം ഒത്തുവന്ന മനോഹരമായ ഒരു മുഹൂർത്തത്തിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. ഇതാ ഈ മക്ക നഗരം സകല അമ്പിയാക്കളുടെയും നേതാവായ തിരുപ്രവാചകരുടെ ജന്മത്തിന് തയ്യാറെടുക്കാൻ തുടങ്ങുകയാണ്. അതുകൊണ്ട് നിങ്ങളും തയ്യാറെടുക്കുക. ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് അവർ കേട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രവാചകനെ കുറിച്ച് അവർ ഗ്രന്ഥങ്ങളിൽ വായിച്ചിട്ടുമില്ല. അവർക്ക് ആ വാക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ അയാളുടെ അരികിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. അദ്ദേഹം തന്നെ ചുറ്റും കൂടി നിൽക്കുന്ന മക്ക നിവാസികളായ പെണ്ണുങ്ങളോട്, പരിശുദ്ധ മക്കത്ത് പിറവിയെടുത്ത തരുണീരങ്ങളോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ മക്കയിലെ മഹിളാ മണികളെ, ഇതാ ഈ പരിശുദ്ധമായ മക്കയിൽ ഒരു പ്രവാചകൻ ജനിക്കാൻ പോവുകയാണ്. ആ പ്രവാചകന്റെ ഭാര്യയാവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സുഹൃതമാണ്. ആ പ്രവാചകർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ആ കുഞ്ഞുങ്ങളുടെ അമ്മയായി ഉമ്മയായി മാറാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. മക്കത്തെ പെണ്ണുങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ ആ മനുഷ്യന്റെ അരികിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. പക്ഷേ ആ കൂട്ടത്തിൽ 14 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായി. അവര് മറ്റു പെണ്ണുങ്ങളെ പോലെ ആ മനുഷ്യൻ പറഞ്ഞത് കേൾക്കാതെ പിരിഞ്ഞു പോകാൻ ഒരുങ്ങിയില്ല. പറയുന്ന ഓരോ വാക്കുകളും കൃത്യമായി അവർ തന്റെ മനസ്സിലേക്ക് ഏറ്റെടുക്കുകയാണ്. പ്രായത്തെ വലിയ പക്വതയുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള, വിജ്ഞാനമുള്ള, ചിന്താശേഷിയുള്ള ആ പെൺകുട്ടി ഈ മനുഷ്യൻ പറയുന്ന ഓരോ വാക്കുകളും സാഗൂതം വീക്ഷിക്കുകയും തന്റെ ഹൃദയാന്തരാളങ്ങളിലേക്ക് അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇതാ ഈ മക്കത്തിൽ പ്രവാചകൻ കടന്നു വരാനിരിക്കുന്നു. ആ പ്രവാചകൻ കടന്നു വന്നാൽ അവരുടെ ഭാര്യയാവാൻ കഴിയണം. അത് ജീവിതത്തിന്റെ സുഹൃതമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ഹബീബിനെ സ്വീകരിക്കാൻ പുലരാൻ തന്റെ ഹൃദയത്തിന്റെ വാതിലുകൾ തുറന്നിട്ട ആ മഹിളാരത്നത്തിന്റെ പേരാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അവര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാറുണ്ട്, നബിയെ, നിങ്ങളെ കല്യാണം കഴിക്കുന്നതിന് 4-5 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മക്കത്ത് കടന്നു വരാറുള്ള പ്രവാചകർ നിങ്ങളാണ് എന്ന് എന്റെ മനസ്സിൽ ഞാൻ ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിക്കുന്നത് 25-ാമത്തെ വയസ്സിലാണ്. അപ്പൊ അതിന്റെ 4-5 കൊല്ലം മുമ്പ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾക്ക് ഏകദേശം ഒരു 19-20 വയസ്സുള്ള സമയത്ത് തന്നെ നബുവത്ത് കിട്ടുന്നതിന്റെ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഖദീജ ബീവിക്ക് അറിയാമായിരുന്നു ഈ മക്കയിൽ ഒരു പ്രവാചകൻ കടന്നു വരാറുണ്ടെങ്കിൽ അത് അബ്ദുല്ലാഹിയുടെ പൊന്നോമന പുത്രനായ ആമിന ബീവിയുടെ ഓമനയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കുമെന്ന് തന്റെ ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പിന്നീടുള്ള കാലം മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, അന്ന് ഹിറാ ഗുഹയുടെ ഇരുട്ടിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൈകളിൽ നിന്ന് പരിശുദ്ധമായ ദീനിന്റെ പുതിയ സന്ദേശം ഏറ്റുവാങ്ങിയിട്ട് ഹബീബായ നബിതങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് വളരെയേറെ ക്ഷീണിതനായി പ്രയാസപ്പെട്ടുകൊണ്ട് ഒന്ന് പുതപ്പിട്ട് മൂടണേ എന്ന് പറഞ്ഞ് ഖദീജ ബീവി അരികിലേക്ക് വന്നപ്പോ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ നബിതങ്ങളെ സമാധാനിപ്പിക്കാനുള്ള കെൽപ്പുണ്ടായത് ഇതൊരു പ്രവാചകത്വത്തിന്റെ തുടക്കമാണ്, ഇതൊരു നബുവത്തിന്റെ ആരംഭമാണെന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മനസ്സിലാക്കിയത്. അന്ന് മുത്തനബിതങ്ങൾ ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് കയറി വരികയാണ്. അവിടുന്ന് വല്ലാതെ ക്ഷീണിതനാണ്, വല്ലാതെ വിഷണ്ണനാണ്, വല്ലാത്ത പ്രയാസത്തിലാണ്. ഖദീജ ബീവിയോട് പറയുന്നു, ഖദീജ ഒന്ന് പുതപ്പിട്ട് മൂടി തരുമോ, ഒന്ന് സമാധാനിപ്പിക്കുമോ? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ മുത്തനബിതങ്ങളെ സ്വീകരിക്കുകയാണ്. ആ കട്ടിലിൽ കിടത്തുകയാണ്, പുതപ്പിട്ട് മൂടി കൊടുക്കുകയാണ്. അടുത്ത് വന്നിരുന്ന് ഹബീബിന്റെ ശരീരത്തെ തലോടി ആശ്വസിപ്പിക്കുകയാണ്. അന്ന് മുത്തനബിതങ്ങളുടെ മനസ്സൊന്ന് തടുക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ എന്തെല്ലാം വാക്കുകൾ, സമാധാനത്തിന്റെ മനോഹരമായ മധുരമോടുന്ന വാക്കുകൾ എന്തെല്ലാം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മുത്തനബിതങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. അലിവിന്റെ നൂറേ കനിവിനിലാ
ആയിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്ന നേരത്ത് ഇബ്രാഹിം നബിയെ പോലത്തെ കുഞ്ഞിനെ ലോകം കാത്തിരുന്നിട്ടില്ല. മൂസാ നബിയെ പോലത്തെ കുഞ്ഞിനെ ലോകം കാത്തിരുന്നിട്ടില്ല. ഈസാ നബിയെ പോലത്തെ കുഞ്ഞിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുകയായിരുന്നില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറവിയെടുക്കുന്ന 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗമെന്ന് ലോകം വിശേഷിപ്പിച്ച മനുഷ്യത്വത്തിന്റെ അവസാനത്തെ കണികയും വിസ്തരിച്ചു പോയ ജനതയുടെ അവസാനത്തെ ഉറവും പറ്റിപ്പോയ നന്മയും തിന്മയും അറിയാതെ ജനങ്ങൾ ഇരുട്ടിൽ തപ്പിയ കാലത്ത് പ്രകാശത്തിന്റെ ഒരു തിരുവട്ടവുമായി ഹിദായത്തിന്റെ വെളിച്ചവുമായി കാരുണ്യത്തിന്റെ നിലാമഴയായ റഹ്മത്തിന്റെ തുലാമഴയായി രാജാതിരാജനായ റബ്ബിന്റെ അനുഗ്രഹങ്ങളുടെ പറുദീസയായി ഈ ലോകത്തേക്ക് പടച്ചവൻ സമ്മാനിച്ച കാരുണ്യമാണ്, അനുഗ്രഹമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇരുളിൽ തിരിയേറ്റി വന്നു റസൂലുള്ളാഹ്, ഇസ്ലാമിൻ പൂർണ്ണത കാട്ടി ഖലീലുള്ളാഹ്. കാലം കടഞ്ഞൊരു മുത്തല്ലോ, കാരുണ്യത്തിൽ തിരുസത്തല്ലോ. കാലം കടഞ്ഞൊരു മുത്തല്ലോ, കാരുണ്യത്തിൽ തിരുസത്തല്ലോ. ഹാശിമിലായുദിത നൂറുല്ലാഹ്, അംബിയ രാജയ സ്വല്ലല്ലാഹ്. ഹാശിമിലായുദിത നൂറുല്ലാഹ്, അംബിയ രാജയ സ്വല്ലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര അമ്പിയാക്കളുടെ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും പേരുകൾ നമുക്കറിയാം. ഈസാ നബി അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ പേര് പറയുകയാണെന്ന് ഖുർആൻ പറഞ്ഞതുകൊണ്ടറിയാം. അല്ലെങ്കിൽ നമ്മൾ അറിയുമോ യഹ്യാ അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ പേരെന്താണ്? സക്കരിയ അലൈഹിസ്സലാമിന്റെ ഉമ്മയുടെ പേരെന്താണ്? മൂസാ നബിയുടെ ഉമ്മാന്റെ പേരെന്താണ്? ഇബ്രാഹിം നബിയുടെ ഉമ്മാന്റെ പേരെന്താണ്? ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും ഉമ്മമാരുടെ പേരുകൾ എന്താണ്? അറിയില്ലല്ലോ. എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാന്റെ പേര് ചോദിച്ചാൽ അറിയാത്ത ഒരു കൊച്ചു കുഞ്ഞെങ്കിലും ഈ കൂട്ടത്തിലുണ്ടാകുമോ? ആമിന ബീവി ആരംഭമേ ആലങ്ങൾക്കാകെ അനുഗ്രഹമേ. ആമിന ബീവി ആരംഭമേ ആലങ്ങൾക്കാകെയും അനുഗ്രഹമേ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സുരലോകം വാഴ്ത്തിടും വിസ്മല്ലോ. എല്ലാം തികഞ്ഞൊരു മുത്തല്ലോ, സുരലോകം വാഴ്ത്തിടും വിസ്മല്ലോ. മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ്, മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. മുത്ത് മുഹമ്മദ് നൂറുല്ലാഹ്, മുസ്തഫ തങ്ങളിൽ സ്വല്ലല്ലാഹ്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എത്ര വലിയ മഹാനാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ അദ്ദേഹം ജനിച്ചപ്പോൾ ആ മഹത്വം ലോകം അറിഞ്ഞില്ല. അദ്ദേഹം ജനിച്ച വിവരം ആരുമേ അറിഞ്ഞതുമില്ല. ആ ഉമ്മയുടെ സ്ഥാനത്ത് ആ കുഞ്ഞിന് ജന്മം കൊടുത്തിരുന്ന നേരത്ത് ആരും ഉണ്ടായിരുന്നില്ല. ആ ഉമ്മയോട് സമാധാനിപ്പിക്കാൻ കൂടെ ആളുണ്ടായിരുന്നില്ല. ഒന്ന് പേറ്റെടുക്കാൻ പോലും ഒപ്പം ആളുകൾ ഉണ്ടായിരുന്നില്ല. ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ ചരിത്ര പുരുഷനായ ഇബ്രാഹിം പൊന്നുമോന് ജന്മം കൊടുത്തതിന്റെ പേരിൽ ആ ഉമ്മയ്ക്ക് ആശംസകൾ അറിയിക്കാൻ ഒരാളും കൂടെ ഉണ്ടായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാം ജനിച്ചത് എങ്ങനെയാണ്? മൂസാ നബി ജനിക്കുന്ന നേരത്ത് ഉമ്മാക്ക് സന്തോഷം ഉണ്ടായിരുന്നില്ല. ഉമ്മ വല്ലാത്ത പേടിയിലായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചത് ആരും അറിയരുതേ എന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ചതറിയാൽ ഭീകരന്മാര് വന്നിട്ട് കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്നുള്ള പേടിയാൽ ആരെയും അറിയിക്കാതെ പരമരഹസ്യമായിട്ടാണ് ആ കുഞ്ഞിന് ജന്മം കൊടുത്തത്.
ഇത്രയും വലിയൊരു പ്രവാചകൻ ജനിച്ചപ്പോ ആരും ആ വിവരം അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ചരിത്ര പുരുഷനാണ് ഇവിടെ പിറവിയെടുക്കുന്നത് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് ആ വീട്ടിലേക്ക് ആരും കടന്നു വന്നില്ല, സന്തോഷം അറിയിച്ചില്ല. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മഹത്വമുള്ള നബിയാണല്ലോ. നബികൾ കഴിഞ്ഞാൽ പിന്നെ ഇബ്രാഹിം നബി, പിന്നെ മൂസാ നബി, പിന്നെ നൂഹ് നബി, ഈസാ നബി ഒക്കെയാണ് മഹത്വമുള്ളത്. ആ ഈസാ നബി അലൈഹിസ്സലാം ജനിച്ചതും ആരോരും അറിയാതെയാണ്. ഈ കുഞ്ഞ് ജനിച്ചത് ആരും അറിയരുതേ എന്നാണ് ഉമ്മ ആഗ്രഹിച്ചിരുന്നത്. ഗർഭിണിയാവുന്നു, പ്രസവത്തിന് സമയമാകുന്നു, വീട് വിട്ടിറങ്ങുന്നു. വീട്ടിലല്ല പ്രസവിക്കുന്നത്, ആരും അറിയാതിരിക്കാൻ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിജനമായ വഴികളിലൂടെ, മരുഭൂമികളിലൂടെ, ശാമിന്റെ പടിത്താരകളിലൂടെ നടക്കുകയാണ്. ചാരത്തുകൂടെ നടന്നു قالت يا ليتني مت قبل هذا وكنت نسيا منسيا. ഈസാ നബിക്ക് ജന്മം കൊടുക്കാൻ പോകുന്ന നേരത്ത് ഉമ്മ വല്ലാത്ത പേടിയിലാണ്, വല്ലാത്ത ബേജാറിലാണ്, വല്ലാത്ത ദുഃഖത്തിലാണ്, വല്ലാത്ത തളർച്ചയിലാണ്, വല്ലാത്ത വേദനയിലാണ്. ആ വേദനയും തളർച്ചയും ദുഃഖവും താങ്ങാൻ കഴിയാതെ മറിയം ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. ഈ ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതിന് മുമ്പ്, ഈ കുഞ്ഞിനെ ഞാൻ ജന്മം കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അപ്പൊ മനസ്സിലാക്കാലോ എത്ര പ്രയാസം സഹിച്ചുകൊണ്ടാണ് പ്രസവം ആ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത്. ഈ കുഞ്ഞ് ജനിച്ചത് ആരും അറിയരുതെന്നാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആമിന ബീവി റളിയല്ലാഹു അൻഹാ പ്രിയപ്പെട്ട പൊന്നുമോന് ജന്മം കൊടുക്കുന്ന ആ രാത്രിയിൽ സന്തോഷിച്ച പോലെ ഒരു ഉമ്മയും എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന നേരത്ത് സന്തോഷിച്ചിട്ടില്ല. ഏതൊരു മഹാത്മാവിന്റെ തിരുജന്മത്തിന്റെ നേരത്താണോ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടത്, ഏതൊരു തിരുദൂതരുടെ മഹത്തായ ജന്മത്തിന്റെ നേരത്താണോ സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തുറന്നു വെച്ചത്, അണിഞ്ഞൊരുങ്ങിയത്, ഏതൊരു മഹാത്മാവ് ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്ന മനോഹരമായ മുഹൂർത്തത്തിലാണോ തസ്ബീഹും തഹ്ലീലുമായി മലക്കുകൾ അല്ലാഹുവിനെ വാഴ്ത്തിയത്, ഈ ഭൂമിയിൽ അത്ഭുതങ്ങളുടെ പെരുമ്പറ കൊട്ടിയത്, ഇസ്രാ ചക്രവർത്തിയുടെ കൊട്ടാരം ഇടിഞ്ഞു പൊളിഞ്ഞു വീണത്, ലോകത്തുള്ള സകല ഭരണാധികാരികളുടെയും അധികാരത്തിന്റെ അടിക്കൽ ഇളകിയത്, ഈ ഭൂമിയിലൂടെ ജില്ലകൾ ആർത്തു വിളിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരങ്കമാഞ്ഞത്, സമാതടാകം പറ്റിപ്പോയത്, 2000 കൊല്ലങ്ങളായി കടാതെ കത്തിക്കൊണ്ടിരുന്ന മജൂസികളുടെ തീ കെട്ടുപോയത്, ഈ ഭൂമിയിലെ സകല ബിംബങ്ങളും തലകുത്തി വീണതായി, ഈ ഭൂമിയിൽ അത്ഭുതങ്ങളുടെ മാലക പടക്കപ്പന്മാർ പടക്കത്തിന് കൊടുക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12ന്റെ മനോഹരമായ രാത്രിയിലാണ് सहर का वक्त मासूम कलिया मुस्कुराती थी, हवाए खैर मकदम की तराने गुनगुनाती थी, अभी जिब्रील भी उतरे लता काबे की मिंबर से, इतने में सदा आई है अब्दुल्लाह की घर से, मुबारक हो मोहम्मद मुस्तफा तशरीफ ले आए, मौलाया सल्ली व सल्लिम दाइमन अबद अला हबीबिका खैरुल खल्क़िल कुल्लिहिम, वो मोहम्मद फख्र आला बादशाह सरवर कौनैन सुल्ताने अरब शाहे अजम, न कोई आप जैसा था, न कोई आप जैसा है, कोई यूसुफ से पूछे मुस्तफा का हुस्न कैसा है, ज़मीनों आसमां में कोई भी मिसाल नबी ने चलो मौलाया सल्ली व सल्लिम दाई. ഓരോരുത്തരും ശബ്ദത്തിൽ ചൊല്ലുക. അവനവന്റെ ശബ്ദം അവനവന്റെ ചെവി കേൾക്കുന്ന രൂപത്തിൽ ഒന്ന് ശബ്ദം ഉയർത്തി ചൊല്ലാമോ? മൗലായ സല്ലി വ സല്ലിം ദായിമൻ അബദൻ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി
നമ്മൾ എത്ര തവണ മുത്തനബിതങ്ങളുടെ പേര് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ തവണയും നമ്മൾ സ്വലാത്ത് ചെല്ലാൻ മറക്കാതിരുന്നാൽ ഒരു 100 സ്വലാത്തെങ്കിലും ഈ സദസ്സിൽ വെച്ച് ഓരോരുത്തരും ചെല്ലുമെന്ന് ഉറപ്പാണ്. ഒരു 100 ആളുകൾ ഈ സദസ്സിലുണ്ടെങ്കിൽ 10,000-ലേറെ സ്വലാത്തുകൾ ഈ രാത്രിയിൽ പരിശുദ്ധമായ മദീനത്തേക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനപ്പുറം എന്ത് സൗഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ജീവിതത്തിൽ ഉള്ളത്. ഒരു സലാം അങ്ങ് മദീനത്തേക്ക് നമ്മൾ പറഞ്ഞയച്ചാൽ മുത്തനബിതങ്ങളുടെ സലാം മടക്കുകയല്ലേ. എന്തായാലും പ്രത്യേകത ഒരിക്കൽ മഹാനായ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു മുത്തനബിതങ്ങളുടെ അരികിൽ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നു. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് നബിതങ്ങൾ അങ്ങോട്ട് പോവാൻ. സഅദ് ഇബ്നു ഉബാദ തങ്ങളെ കാണാൻ മുത്തനബിതങ്ങൾ അങ്ങോട്ട് ചെല്ലുന്ന നേരത്ത് വീട് പൂട്ടിക്കിടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീടിന്റെ പുറത്ത് വന്നിട്ട് ഒരു വട്ടം സലാം പറഞ്ഞു. ഉള്ളിൽ നിന്ന് ഒന്നും മറുപടിയില്ല. രണ്ടാമതും പറഞ്ഞു, ആരും ഒന്നും മറുപടി പറയുന്നില്ല. മൂന്നാമതും പറഞ്ഞു, ഒന്നും മറുപടി കേൾക്കാതിരിക്കുമ്പോ ഭീമായുധങ്ങൾ തിരിച്ചു പോകാൻ. ആ സമയത്ത് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു വാതിൽ തുറന്നിട്ട് ഓടി വന്നു. അലൈക സലാം യാ റസൂലല്ലാഹ്. അങ്ങനെ വീട്ടിലേക്ക് വന്നാലും നബിയേ എനിക്ക് സ്വാഗതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സഅദേ 3 വട്ടം ഞാൻ സലാം പറഞ്ഞ നിങ്ങൾ എന്തേ മടക്കാതിരുന്നത്? മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ അങ്ങ് 1ാമത്തെ തവണ സലാം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഞാനത് മടക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ കേൾക്കാതിരിക്കാൻ ശബ്ദം താഴ്ത്തിയിട്ടാണ് ഞാൻ സലാം മടങ്ങിയത്. എന്തിനാണെന്നറിയോ? 1ാം തവണ നിങ്ങൾ സലാം പറഞ്ഞിട്ട് മടക്കുന്നത് കേൾക്കാതെ വരുമ്പോ 2ാമത്തെ തവണയും പറയൂലേ, അങ്ങൊരു സലാം പറയാന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ലേ നബിയേ? അല്ലാഹുവിന്റെ രക്ഷയ്ക്ക് സമാധാനം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയല്ലേ? ആ പ്രാർത്ഥന എനിക്ക് ഒരുപാട് തവണ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ സലാമുകൾ പതുക്കെ മടക്കിയത്. പിന്നെ അങ്ങ് തിരിച്ചു പോകുന്നത് കണ്ടപ്പോഴാണ് ഞാൻ വാതിൽ തുറന്നത്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ സലാം 2ഉം 3ഉം തവണ അല്ല, ഒരു 100 തവണ കിട്ടിയാൽ എനിക്ക് മതി വരില്ല നബിയേ. മുത്തനബിതങ്ങളുടെ ഒരു സലാമിന് വേണ്ടി സ്വഹാബിമാരെ അത്രയേറെ പൂതി വെച്ചതാണ്. കാരണം നമ്മൾ മദീനത്തേക്ക് ഒരു സലാം ഇവിടെ പറഞ്ഞയക്കുകയാണ്, സമർപ്പിക്കുകയാണ്. ആ സലാം മദീനയിൽ മുത്തനബിതങ്ങൾ കേൾക്കുകയാണ്, മടക്കുകയാണ്. മടക്കുമെന്നാ പറയാ അലൈക സലാം. നിന്റെ പേരിൽ അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടാവട്ടെ, അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് മദീനത്ത് നിന്ന് ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്. നമുക്ക് വേണ്ടി എന്നെ അല്ലാഹു കാക്കട്ടെ എന്ന് പരിശുദ്ധമായ മദീനത്ത് നിന്ന് ഒരു ഹബീബ് അല്ലാഹുവിനോട് നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ ആ മനുഷ്യൻ പിന്നെ പരാജയപ്പെടുമോ? പ്രിയപ്പെട്ടവരെ, ഒരു തവണ മുത്തനബിതങ്ങളുടെ ഈ പ്രാർത്ഥന ഒരാൾക്ക് കിട്ടിയാൽ ആ മനുഷ്യനെ പിന്നെ അല്ലാഹു കൈവിടുമോ? അതുകൊണ്ട് മനസ്സറിഞ്ഞ് ചൊല്ലണേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. രാജനൂറിന്റെ മദ്ഹ് പാടി ഞാൻ രാത്രിയെ പകലാക്കിടാം. രാജാവിൻ മുന്നിൽ നന്മ തൂക്കുമ്പോൾ യാ നബി പുണ്യം നൽകണേ. അസ്സലാത്തു വസ്സലാമു ചൊല്ലണേ. നാം പറഞ്ഞല്ലോ സലാമിന്റെ മഹത്വം എന്ന്. ഓരോരുത്തരും അവരവരുടെ ശബ്ദം കേൾക്കുന്ന രൂപത്തിൽ ശബ്ദം ഉയർത്തിയിട്ട് ചൊല്ലണേ. എന്റെ കൈകളെ കൊണ്ടാവേ തൊട്ടിരുന്നെങ്കിൽ യാ നബി, എന്റെ ചുണ്ടുകൾ കൊണ്ടാറോ മുത്തിയെങ്കിലോ സയ്യിദി. അസ്സലാത്തു ചൊല്ലണേ വസ്സലാമു. ആവേശത്തിൽ ചൊല്ലണേ സലാം മദീനയില്ല. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. മഹ്ശറയിൽ എത്തും നേരത്ത് കൈവടിയല്ലേ യാ നബി. മൗത്തിൻ നേരത്തും ഉമ്മത്തി
തോരാടന്റെ വരിതി السلام عليك يا نبي الله الصلاة والسلام عليك يا حبيب الله حبيب رسول الله صلى الله عليه وسلم വഫാത്തായ രാത്രികളിൽ ആ വഫാത്തായ ദിവസങ്ങളിൽ ഒരു സ്വഹാബി വനിത മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വല്ലാത്ത ദുഃഖത്തിലാണ് അവരുള്ളത്. ആയിഷ ബീവി വെച്ചേക്കാൾ ദുഃഖത്തിലാണ്. തിരുദൂതരുടെ നഷ്ടസ്നേഹത്തെ കുറിച്ച് ഓർത്ത് ഉരുകി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദിവസങ്ങൾ ഓരോന്ന് കഴിച്ചുകൊണ്ടുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറടക്കിയിട്ടുള്ളത്. അവിടുത്തെ ഖബർ ഷരീഫ് ആയിഷ ബീവിയുടെ വീട്ടിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മുത്തനബി തങ്ങൾ വഫാത്തായ രാത്രികളിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു നേരം വെളുപ്പിച്ച രാത്രികൾ അവർ കിടന്നിട്ട് പോലും ഉണ്ടാവില്ല. കണ്ണുനീരോട് കരഞ്ഞ് നേരം വെളുപ്പിച്ച രാത്രികളെ കുറിച്ചും ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ ദിവസങ്ങളിൽ ഒരു ദിവസം ഒരു സഹോദരി വരികയാണ്, സ്വഹാബി വനിത വരികയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഉമ്മാ മുത്തനബി തങ്ങളുടെ പരിശുദ്ധമായ ഖബറൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? ആയിഷ ബീവിന്റെ വീടിന്റെ ഉള്ളിലാണുള്ളത്. അപ്പൊ അവര് ഈ സ്വഹാബി വനിതയെ വീടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവാൻ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഭൂമിയെ ഖബറടക്കിയ ആ ഖബർ കാണിച്ചു കൊടുക്കുകയാണ്, ആ മൺകൂന കാണിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മണ്ണിനടിയിൽ കിടക്കുന്നതാരാ? സകല അമ്പിയാക്കളുടെയും നേതാവായി കാരുണ്യത്തിന്റെ പ്രതിരൂപമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് അയച്ച പ്രകാശമാണ് ആ മണ്ണിന് താഴെ അന്തി ഉറങ്ങുന്നത്. ആ കാഴ്ച കണ്ടു നിൽക്കാൻ ആ സഹോദരിക്ക് സാധിച്ചില്ല. അവർ ഏങ്ങലടിച്ചു കരയുകയാണ്. കരഞ്ഞവര് തളർന്നു വീഴുകയാ. ആ വീഴ്ചയിൽ പിന്നെ അവർ എഴുന്നേറ്റില്ല. അവരുടെ ആത്മാവ് രാജാതിരാജനായ റബ്ബിന്റെ ഹദ്റത്തിലേക്ക് കടന്നു പോവുകയാണ്. ഓർത്തു നോക്കൂ, നമ്മള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ഖബർ കണ്ടിട്ട് കരഞ്ഞ് തളർന്നു വീണ മരണത്തിന്റെ കീഴടങ്ങിയ ഒരു സഹോദരിയുടെ ചരിത്രമാണിത്. ഓർത്തു നോക്കുക, എത്ര സ്നേഹത്തിന്റെ അത്ഭുതകരമായ ചരിത്രങ്ങളാണ് മദീനത്ത് പറയാറുള്ളത്. എന്തു രസമാണ് നീ മദീന, എന്റെ പരിശുദ്ധമായ മദീന പറയുന്ന സ്നേഹത്തിന്റെ അത്ഭുതകരമായ കഥകൾ എത്രയാണ്. ഈ 1500 വർഷങ്ങൾക്കിടയിൽ എത്ര മനുഷ്യരാണ് ആ മദീനത്ത് വന്ന് വീണത്. അവര് പിന്നെ എഴുന്നേറ്റിട്ടില്ല. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയ ജീവൻ മദീന. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയ ജീവൻ മദീന. ഒരിക്കൽ ഞങ്ങൾ മദീനത്ത് ചെന്നപ്പോ അവിടെ ഒരു പ്രവാസിയായ മനുഷ്യൻ പരിചയപ്പെട്ടു. ആ മനുഷ്യൻ നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഒരു ഭാഗത്ത് താമസിക്കുന്നയാളാണ്. ഗൾഫിൽ ഒരുപാട് കാലമായി ജോലി ചെയ്യുന്നയാളാണ്. മദീനത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. പരിശുദ്ധമായ മദീനയെ നെഞ്ചോട് ചേർത്ത ഒരു സാധാരണക്കാരനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന് മദീനയ്ക്ക് പുറത്ത് പല സ്ഥലങ്ങളിലും വലിയ ശമ്പളത്തിന് ജോലി കിട്ടിയിട്ടും ആ ജോലിയൊന്നും സ്വീകരിക്കാതെ കുറഞ്ഞ ശമ്പളത്തിന് മദീനത്ത് ജോലി ചെയ്യുന്നത് മുത്തുനബിതങ്ങളുടെ പരിശുദ്ധമായ പച്ചക്കുമ്പ കണ്ടുകൊണ്ട് ജീവിക്കാതെ എന്ന ആഗ്രഹത്തിലാണ്. അത്രയേറെ മദീനയെ തന്റെ കൽബിനോട് ചേർത്ത് വെച്ച ഒരു സാധുവായ മനുഷ്യൻ മദീനത്തേക്ക് കടന്നു വരുന്ന ഒരുപാട് ആളുകളെ അദ്ദേഹം പരിചയപ്പെടാറുണ്ട്. ഒരുപാട് സംഘങ്ങളുമായി സംസാരിക്കാറുണ്ട്. പല അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണാറുണ്ട്. ആ അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ ഒത്തുപോവുകയാണ്.
ശ്രീലങ്കൻ സ്വദേശികളായ ഒരു സംഘം ആളുകള് അവര് പരിശുദ്ധമായ അവര് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. അവർ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന സാധാരണ പ്രവാസികളായ ആളുകൾക്ക് സ്വഭാവമുണ്ട്. അവര് നാട്ടിലേക്ക് ലീവ് കിട്ടി കഴിഞ്ഞാൽ ജോലിയിൽ നിന്ന് 2-3 ദിവസം മുമ്പ് ഇറങ്ങിയിട്ട് പരിശുദ്ധമായി മക്കത്ത് പോയി ഉംറ ചെയ്ത് മദീനത്ത് പോയി നബിതങ്ങൾ കണ്ട് സിയാറത്ത് ചെയ്തിട്ടാണ് പലപ്പോഴും നാട്ടിലേക്ക് തിരിച്ചു പോകും. അതൊരു പതിവാണ്. കാരണം നാട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ കഴിയുമെന്ന് ആർക്കും അറിയില്ല. അപ്പൊ അങ്ങനെയാണ് അവർ സാധാരണ പല ആളുകളും ചെയ്യാറുള്ളത്. അപ്പൊ ഈ സംഘവും അവര് സൗദി അറേബ്യയുടെ പല ആളുകളും ജോലി ചെയ്യുന്നവരാണ്. അവരെല്ലാവരും ഒരുമിച്ച് ഒരു സംഘമായി ഉംറ ചെയ്യാൻ വേണ്ടി പരിശുദ്ധമായി മക്കത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ഉംറ കഴിഞ്ഞു. അവർ പരിശുദ്ധമായ മദീനത്തേക്ക് എത്തി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്തു. ഈ നാട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തില്ല. മദീന എയർപോർട്ടിൽ നിന്നാണ് അവർക്ക് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അവർ വിമാനം കയറാൻ തിരിച്ചു പോകാൻ മദീനത്തിൽ നിന്ന് തിരിച്ചു പോകാൻ നേരത്തെ നബിതങ്ങളോട് അവസാനമായി സലാം പറയുകയാണ്. ആ നേരത്തെ ആ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ നിറഞ്ഞ കണ്ണുകളോട് വിധമുടുന്ന ചുണ്ടുകളോട് ആ പച്ച കുമ്പയിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് കൽബ് പൊട്ടുന്ന ഭാഷയിൽ നബിതങ്ങൾ വിളിക്കുകയാണ്, യാ റസൂലല്ലാഹ്, മദീനത്തിൽ നിന്ന് പോവുകയാണ്. ഇനി ഈ പുണ്യഭൂമിയിലേക്ക് എത്താൻ ഈ ജീവിതത്തിൽ എനിക്ക് അവസരമുണ്ടോ എന്നറിയില്ല നബിയേ. എനിക്ക് ഈ മദീനത്തിൽ നിന്ന് പോവാൻ ആഗ്രഹമില്ല യാ റസൂലല്ലാഹ്. ഈ മദീനത്ത് തന്നെ കാലാകാലം എനിക്ക് കിടക്കണം. അവയുടെ കാലിക്കീഴിൽ ജന്നത്തുൽ ബഖീഇന്റെ ആ തണുപ്പില് എനിക്ക് അന്ത്യനാൾ വരെ അന്ത്യമുണ്ടാകും. എനിക്ക് അനുവാദം നൽകുമോ യാ റസൂലല്ലാഹ്? ജീവിതത്തിന്റെ അന്ത്യം വരെ ഖിയാമത്ത് നാൾ വരെ അങ്ങയുടെ ചാരത്ത് കിടക്കാൻ അവസരം അങ്ങേക്ക് നൽകുമോ നബിയേ? അതും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചു നടക്കുകയാണ്. എന്റെ സംഘത്തോടൊപ്പം മദീന പള്ളിയുടെ പുറത്തു കിടന്നു. വാഹനത്തിൽ കയറിയവർ എയർപോർട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. ഒരൽപ്പം മിനിറ്റുകൾ കഴിയുന്നതിന്റെ മുമ്പ് ആ വാഹനം മദീനയുടെ അതിർത്തി കിടക്കുന്നതിന്റെ മുമ്പ് ആ ചെറുപ്പക്കാരന് വല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയാണ്. പണ്ടിനെത്തി ആ മനുഷ്യനെ താങ്ങിയെടുത്തുകൊണ്ട് പുറത്തുണ്ടായിരുന്ന ഒരു കെട്ടിടത്തിന്റെ വരാന്തയിൽ കിടത്തി. ആ വരാന്തയിൽ കിടന്നിട്ട് കലിമ ചൊല്ലി ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് യാത്രയാവുകയാ. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മനസ്സുപൊട്ടി ചോദിച്ച ചോദ്യമുണ്ടല്ലോ, അത് മുത്തുനബിതങ്ങൾ കേൾക്കുകയാ. അന്ത്യനാൾ വരെ ആ പരിശുദ്ധമായ ജന്നത്തിൽ ബഖീഇൽ അന്ത്യമുറങ്ങാൻ തിരുദൂതർ വഴിയൊരുക്കുകയാ. മദീനത്തെ മലർ മണ്ണിൽ മരതക മണലിന്റെ കവിളിൽ ചുണ്ടു ചേർത്തൊരു ചുംബനം ഞാൻ കാത്തിരിപ്പുണ്ട്. മഹാരാജ റസൂലനെ ആടി മാടി വിളിച്ചു കണ്ട് മഹിത ഭൂമിയിലൊന്നു ചേരണം ഊതിയും പൂണ്ട്. ഏതൊരു വിശ്വാസികളെ ഹൃദയാന്തരാളങ്ങളിൽ പച്ച പിടിച്ചു കിടക്കുന്ന ഒരു പൂതിയാണ്. ആ മദീനയൊന്ന് കാണണം, ആ മദീനയിലൂടെ ഒന്ന് നടക്കണം, ആ മദീനത്തെ പരിശുദ്ധമായ വായു ഒന്ന് ശ്വസിക്കണം. ആ വിശുദ്ധമായ വഴിത്താരകളിലൂടെ മുത്തുനബിതങ്ങൾ നടന്നുപോയ വഴികളിലൂടെ ഒന്ന് നടക്കണം. മൊത്തം നടന്നോടെ നബി പോയ വഴിയേ, മൊത്തം നടന്നോട്ടെ നബി പോയ വഴിയേ, മുത്തേ കെടുത്താത്ത നൂറന്നിൽ തരുമോ, മുത്തം കൊടുത്തോട്ടെ ഈ മൊയ്റ്റം നിറയെ, മുത്തേ മടങ്ങുമ്പോൾ ഒരു കൈതരാ. ആ പരിശുദ്ധമായ മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ ഉഹുദിന്റെ രണാങ്കണങ്ങളിലൂടെ ഖന്തഖിന്റെ രണോത്സവമായ വനഭൂമികളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നുപോയ പരിശുദ്ധമായ വഴിത്താരകളിലൂടെ ഒന്ന് നടന്നു പോകണം. മസ്ജിദ് സജ്ദയിലൂടെ, മസ്ജിദുൽ ഹമാമയിലൂടെ, പരിശുദ്ധമായ ജന്നത്തുൽ ബഖീഇന്റെ ഓടത്തൂടെ ആ വെള്ള കൊട്ടാരമാകുന്ന മസ്ജിദുൽ നബവിയുടെ പരിശുദ്ധമായ അങ്കണങ്ങളിലൂടെ ഒന്ന് നടന്നു പോകണം. നിങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ബൈന ബൈതി വ ബിൽബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എന്റെ വീടിന്റെയും എന്റെ
മിമ്പറിന്റെയും ഇടയിലുള്ള ഭാഗം സ്വർഗമാണ് 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 ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗമാണ് ഖൈറെന്നറിയാമെങ്കിലും എനിക്കിഷ്ടം മദീനയാണ് ജന്നത്താണ് സൂറൂറെന്നറിയാമെങ്കിലും എന്റെ മോഹം മദീനയാണ് സ്വർഗം ഏറ്റവും മനോഹരമായ സ്ഥലമാണ് എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഒരു കയ്യില് മദീനയും മറ്റൊരു കയ്യിൽ സ്വർഗവും വെച്ച് തന്നാൽ ആ മദീനയെ നെഞ്ചോട് ചേർക്കും യാ റസൂലല്ലാഹ് കാരണം സ്വർഗത്തിലേക്ക് മദീനയിലൂടെയല്ലാതെ ഒരു വഴിയില്ല യൂതു ജന്നത്ത് സബ് ഹൈ മദീന യൂതു ജന്നത്ത് സബ് ഹൈ മദീന और जन्नत मदीने में मौजूद है ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല പ്രിയപ്പെട്ടവരെ ഇന്ത്യയിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമായി പരന്നു കിടക്കുന്ന കോടിക്കണക്കിന് വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിൽ മഹത്തായ സ്വാധീനം ചെലുത്തിയ ഒരു മഹാനായ പണ്ഡിതനുണ്ട് അലാ ഹസരത്ത് അഹ്മദ് റസാഖ് ഖാൻ ഫാദിലെ ബറേലി റഹിമഹുല്ലാഹ് ഇന്നത്തെ ഉത്തർപ്രദേശിലെ ബറേലിയിലാണ് അദ്ദേഹം അന്ത്യമുറങ്ങുന്നത് ഉത്തരേന്ത്യയിലെ കോടിക്കണക്കിന് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾ അറിയപ്പെടുന്നത് ബറേൽവികൾ എന്നാണ് ആ മഹാനിലേക്ക് ചേർത്തിയിട്ടാണ് കോടിക്കണക്കിന് സുന്നികൾ അറിയപ്പെടുന്നത് പോലും പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുൻകഴിഞ്ഞു പോയ മൺമറഞ്ഞു പോയ നിരവധി മഹാരഥന്മാരുമായി ആത്മീയമായ ബന്ധമുണ്ടായിരുന്ന വലിയ പണ്ഡിതനാണ് അദ്ദേഹം നാല് മദ്ഹബുകളിലും ഫത്വ കൊടുത്തിരുന്ന കടൽ പോലെ വിശാലമായ അറിവിന്റെ ഉടമയായിരുന്ന ഹൈദരാബാദിലെ നൈസാം ചക്രവർത്തിയുടെ ഔദ്യോഗിക മുഫ്തിയായിരുന്ന മഹാനായ അഹ്മദ് ഖുവൈസാലിയാത്തി റഹിമഹുല്ലാഹ് നാം ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മഹാനായ അഹ്മദ് റസാഖ് ഖാൻ ഫാദിലെ ബറേലി റഹിമഹുല്ലാഹയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ് എന്തിന് പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത കുങ്കുമധവള വർണ്ണ പതാകക്ക് പോലും മഹാനായ അഹ്മദ് റസാഖ് ഖാൻ ഫാദിലെ ബറേലിയുമായി ആത്മീയമായ ബന്ധമുണ്ട് അത്രയും വലിയ മഹാൻ അദ്ദേഹത്തിനെ ജനങ്ങൾ വിളിച്ചത് അലാ ഹസറത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹാനായ പണ്ഡിതൻ എന്നാണ് പക്ഷെ അദ്ദേഹം സ്വന്തത്തെ വിളിച്ചത് കൽബുൽ മുസ്തഫ മദീനത്തെ തെരുവിലൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു നായയായി പിറക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്റെ ജന്മം ധന്യമായിരുന്നേനെ എന്ന് വിലപിച്ച മഹാനായ പണ്ഡിതൻ മാത്രമല്ല കവിയാണ് സാഹിത്യകാരനാണ് തത്വചിന്തകനാണ് പരിഷ്കർത്താവാണ് അദ്ദേഹം മുത്തലബികളുടെ മേലിൽ എഴുതിക്കൂട്ടിയ കവിതകൾ എത്രയാണെന്ന് ഇതുവരെ എണ്ണി കണക്കാക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അത്രയേറെ മനോഹരമായ കവിതകൾ അറബിയിലും ഉറുദുവിലും ഫാരിസിയിലും അദ്ദേഹം എഴുതിയത് കാണാൻ കഴിയും അദ്ദേഹം അത്ഭുതകരമാണ് 4 വരിയിൽ കവിത എഴുതിയാൽ അദ്ദേഹത്തിന് ഒരു കവിതയുണ്ട് 4 വരി കവിതയിൽ ഒന്നാമത്തെ വരി അറബിയാണെങ്കിൽ രണ്ടാമത്തെ ഉറുദുവാണ് മൂന്നാമത്തെ ഫാരിസിയാണ് നാലാമത്തെ വേറെ ഭാഷയാണ് അങ്ങനെ പ്രവാചക സ്നേഹത്തിൽ അത്ഭുതങ്ങൾ രചിച്ച മഹാനായ പണ്ഡിതൻ എത്ര മനോഹരമായ കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പാടുവാനും ആലോചിക്കുവാനും ഓർത്ത് കരയുവാനും മദീനയിലേക്ക് കൽബങ്ങളെ ചേർത്ത് വെക്കുവാനും മനോഹരമായ ഈരടികൾ इश्क के रंग में रंग जाए जब अफकार तो भूलते हैं गुलामों पे वो सरार करते हैं वो तौसीफ सनाए इश्क के रंग में रंग जाए जब अफकार तो भूलते हैं गुलामों पे वो सरार करते हैं वो तौसीफ सनाए शहे अबरार में घर में से गुहरबा वरना वो सैयदी अली नसबी वही उम्मी लकबी हाशिमियों तलबियों अरबियों कुरैशियों मदनी आप काम से गुनहगार जिनके कदमों की चमक चांद सितारों में नजर आए जिधर से वो गुजर जाए वही राग चमक जाए दमक जाए महक जाए बड़े रौनक गुलजार और आरज़ू ये है कि वो कल्ब मुअत्तर व मुतहहर व मुसफ़ा व मुजल्ला तुरे आला जो नजर आए कई जलवे रूह शहे अबरार അതുപോലെ എത്ര മനോഹരമായ കവിതകൾ ആ മഹാനായ അഹ്മദ് റസാഖ് ഖാൻ
ഹാദിനെ ബറൈൽവി റഹിമഹുല്ലാഹ് അദ്ദേഹം മദീനയെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാ സ്വർഗ്ഗം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ സ്ഥലമാണ് എല്ലാവർക്കും അറിയാം അതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ ഞങ്ങൾ പറയുന്നത് ഹബീബിന്റെ സ്നേഹത്തിൽ ഇതാ ബുദ്ധിഭ്രമം സംഭവിച്ചു പോയി ഞങ്ങൾ പറയുന്നത് സ്വർഗത്തിന്റെ സകല സൗന്ദര്യങ്ങളും ശേഖരിച്ചെടുത്താൽ അത് മദീനയിലെ ഒരു തെരുവിനോട് പോലും തുല്യമാവുകയില്ല എന്നാണ് कौन है जिसको जन्नत की ख्वाहिश नहीं और तस्लीम है कि कितनी हंसी हुस्न जन्नत को जब भी समेटा गया मुस्तफा के शहर की गली बन गई സ്വർഗമാണ് ഖൈറ് പക്ഷേ അതിനേക്കാളും ഖൈറ് മദീനയാണ് സ്വർഗമാണ് ഖൈറെന്നറിയാം എനിക്കിഷ്ടം മദീനയാണ് ജന്നത്താണ് സൂറൂറെന്നറിയാം എങ്കിലും എന്റെ മോഹം ത്വയ്ബയാണ് പ്രിയപ്പെട്ടവരെ വർഷം 1340 സഫർ മാസം അവസാനത്തിലെ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണി കഴിഞ്ഞ് 38 മിനിറ്റ് നേരമാകുന്ന സമയത്ത് ഷാമിലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ ഒരു സ്വപ്നം കാണുകയാണ്. ഏകദേശം 100 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം. ഷാമിലുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ സ്വപ്നം കാണുന്നത് ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനോഹരമായ സദസ്സ്. ആ സദസ്സിൽ ഒരുപാട് സ്വഹാബിമാർ ഇരിക്കുന്നുണ്ട്. വളരെയേറെ ആത്മീയമായ തേജസ്സുറ്റി നിൽക്കുന്ന ഒരു സദസ്സ്. പക്ഷെ അവിടെ എല്ലാവരും ഇങ്ങനെ ശാന്തരായി മൗനികളായി ഒന്നും മിണ്ടാതെ ആരെയോ കാത്തിരിക്കുകയാണ്. അപ്പൊ ഈ പണ്ഡിതൻ ആ സദസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. എല്ലാവരും മൗനികളായിരിക്കുന്നത് കാണുമ്പോ ആ പണ്ഡിതൻ മുത്തനബിനങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് എന്താണ്, ആരെയാണ് കാത്തിരിക്കുന്നത്? ഏതോ ഒരാൾ കടന്നു വരാൻ കാത്തിരിക്കുന്ന പോലെ, ആർക്കോ സ്വാഗതം ഓതാൻ അങ്ങ് കാത്തിരിക്കുന്ന പോലെ ഉണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങകലെ ഇന്ത്യയില് ഒരു മഹാനായ പണ്ഡിതൻ മരണപ്പെട്ടിട്ടുണ്ട്. പരിശുദ്ധമായ മദീനയിൽ കോടിക്കണക്കിന് വിശ്വാസികളെ മദീനയിലേക്ക് കല്ലുകൊണ്ടടുപ്പിച്ച ആ പണ്ഡിതൻ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ ആത്മീയ ലോകത്തേക്ക്, ഈ ആഖിറ ലോകത്തേക്ക് കടന്നു വരുമ്പോ സ്വർഗ്ഗത്തിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞു. ആ പണ്ഡിതൻ, ഷാമിൽ ജീവിച്ചിരുന്ന പണ്ഡിതൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് അദ്ദേഹം അന്വേഷിക്കുകയാണ്, ഇന്ത്യയിൽ ആരാണ് ആ സമയത്ത് മരണപ്പെട്ടു പോയത്. അങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് യാത്ര ചെയ്തുകൊണ്ട് വന്നു. ഇവിടെ കടന്നു വന്ന് അദ്ദേഹം പറഞ്ഞ തീയതിയും ദിവസവും മാസവും അവർ യോജിപ്പിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, അങ്ങനെ ഉത്തർപ്രദേശിലെ ബറേലിയിൽ വന്ന മഹാനായ അഹമ്മദ് റസാ ഖാൻ സാദിലെ ബറേലി റഹിമഹുല്ലാഹ് ലോകത്തോട് വിട പറഞ്ഞ നേരമായിരുന്നു അത് എന്നുള്ളതാണ്. മഹാനവറുകൾ വഫാത്താകുന്ന നേരത്തെ അദ്ദേഹത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിമാരും കാത്തിരിക്കുന്ന ഒരു ദൃശ്യമാണ്. ആയിരക്കണക്കിന് കാലങ്ങൾക്കകലെ ഷാമിലുള്ള ആ മഹാനായ പണ്ഡിതൻ കാണുന്നത്. ഓർക്കുക, നമ്മൾ സ്നേഹത്തിന്റെ ലോകത്തിന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നതാണ്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു മനസ്സറിഞ്ഞ കൽബ് മദീനയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയേ കാരുണ കടലോരേ മുത്ത് നബി ശഫീഉൽ ഉമ്മ മുഹമ്മദ് ചൊല്ലണേ ശബ്ദത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ വന്ന റസൂലേ പുണ്യപൂവാണം ഹബീബേ സ്വല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി ഓരോരുത്തരുടെ ശബ്ദത്തിൽ ചൊല്ലുക. ചൊരിയണം ഞങ്ങളിൽ
محمد صلى الله عليه وسلم. സഹോദരങ്ങളെ, നമ്മൾ ലൈറ്റുകൾ ഓഫ് ചെയ്യാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ഓഫ് ചെയ്യൂടെ? കുറച്ച് നേരത്തേക്ക് സകല ലൈറ്റുകൾ നമ്മൾ ആകെ 3 ലൈറ്റുകൾ ഇല്ല. ഈ ലൈറ്റുകൾ നമ്മൾ ഓഫ് ചെയ്യാം. എന്തിനാന്ന് വെച്ചാല് ഇനി നമ്മുടെ കണ്ണുകൾ ഒരു കാഴ്ചയും കാണില്ല. നമ്മുടെ കൽബ് മദീനയെ കാണാൻ പോവാണ്. മറ്റു ചിന്തകളും മറ്റു ദൃശ്യങ്ങളും മറ്റു കാഴ്ചകളും നമ്മുടെ മനസ്സിൽ അല്പ നേരത്തെ നമ്മൾ മറക്കാൻ ആ മദീനയെ കാണുമ്പോൾ, ആ മദീനയെ മനസ്സുകൊണ്ട് ചേർത്തവരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ നമ്മുടെ കണ്ണുകളൊന്ന് നിറഞ്ഞൊഴുകിയാൽ, പഠിച്ചോനെ എനിക്ക് അങ്ങനെ ആവാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ, എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ പറ്റിയില്ലല്ലോ റബ്ബേ, എനിക്ക് ആ മദീനത്ത് പോവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലോ പഠിച്ചോനെ, ഞാൻ പോയിട്ടുണ്ടെങ്കിൽ തന്നെ എന്നെ സ്വീകരിച്ചിട്ടില്ലാവോ റബ്ബേ. ഈ പാപിയായ മനുഷ്യനെ മദീനത്തെ കാലുകുത്താൻ ഒരു അർഹതയുമില്ല പഠിച്ചോനെ എന്നോർത്ത് സ്വന്തത്തെ പറ്റി ഓർത്തിട്ട് ഒരു തുള്ളി കണ്ണുനീർ ഒഴുക്കാൻ ഈ സദസ്സിൽ നിന്ന് നമുക്ക് കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ഈ ഇരുത്തത്തിൽ എഴുന്നേൽക്കുമ്പോഴേക്ക് നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കഫാറത്തിന്റെ മജ്‌ലിസുകളിലൊന്നായി, തെറ്റുകൾ പൊറുക്കപ്പെടുന്ന മജ്‌ലിസുകളിലൊന്നായി സദസ്സിൽ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ ഓർമ്മകളെ മദീനത്തെ മസ്ജിദ് നബവിയിലേക്ക് ഒന്ന് കൊണ്ടുപോകട്ടെ. ഈ ഇന്ന് കാണുന്ന വലിയ അമ്പരചുംബികളായ മിനാരങ്ങൾ ഉയർന്നു നിൽക്കുന്ന വെള്ള കൊട്ടാരമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1400 വർഷങ്ങൾക്കപ്പുറമുള്ള മസ്ജിദ് നബവി. ആ മസ്ജിദ് നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ രാത്രികളിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒറ്റയ്ക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട് മദീനത്തെ മസ്ജിദ് നബവിയിൽ നിന്ന് കുറച്ച് അകലെയാണ്. എല്ലാ ജമാഅത്തിനും നബിയുടെ പള്ളിയിൽ വരാൻ കഴിയാറുണ്ടായിരുന്നില്ല. പക്ഷേ ഹബീബായ തങ്ങൾ വഫാത്തായ രാത്രികളിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ആ മഹാനായ സ്വഹാബി വീരനായ വീരനും ശൂരനുമായിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ മസ്ജിദ് നബവിയിൽ വന്നിട്ട് രാത്രികാലങ്ങളിൽ ഒറ്റയ്ക്കിരുന്ന് കരയുകയാ. ഹബീബേ, കാണാൻ പറ്റൂലല്ലോ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊച്ചു കുഞ്ഞിനെ പോലെ കരയാണ്. മസ്ജിദ് നബവി വിജനമാണ്. കണ്ണീരൊലിപ്പിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണ്? നബിയെ, അങ്ങയെ കാണാത്തതിന്റെ പേരിൽ, അങ്ങയിൽ നിന്ന് അല്പസമയത്തേക്ക് അകന്നു നിന്നതിന്റെ പേരിൽ ജീവനില്ലാത്ത ഉണങ്ങിയ ഒരു ഈത്തപ്പന തടി കരഞ്ഞുവെങ്കിൽ ജീവനും ബുദ്ധിയുമുള്ള ഈ ഉമർ അങ്ങയെ കാണാത്തതിന്റെ പേരിൽ ദിവസങ്ങൾ കരയണം യാ റസൂലല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ആ നഷ്ട സ്നേഹത്തിന് മുമ്പിൽ കണ്ണുനീരുമായി നേരം പഠിപ്പിക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പ്രണയിച്ചു ഓരോ ചെല്ലകിളി വിതുമ്പി പാടി പ്രേമ പിരിശത്താൽ മനം നൊന്ത് കരഞ്ഞു പാടി ഇശ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞ് പോയി വിശാലത്തിൻ നിശലി മൂടി കരള് പൊട്ടി എന്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി എന്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി ഇളം തെന്നൽ കരയുന്നു ഇനി ആരെ തഴുകും ഞാൻ മലർമേ മണത്തിന്റെ കൊതി തീർന്നില്ല പ്രപഞ്ചത്തിൻ അലങ്കാര മലരായ മലരില്ല ഒളിശം സുമിരുളിലെ ലിബാസിൽ മുങ്ങി ഇശ്ഖിന്റെ ബഹറായ റസൂലുള്ളാഹ് പിരിഞ്ഞ് പോയി വിശാലത്തിൻ നിശലി മൂടി കരള് പൊട്ടി എന്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി എന്റെ വ്യഥ ചൊല്ലാൻ ഇനി ആര് ഉലകിൽ ബാക്കി. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു
നിങ്ങൾ പറയാണ് എന്റെ സഹോദരങ്ങളെ ഞാനത് കണ്ടിരുന്നെങ്കിൽ. അപ്പൊ സ്വഹാബിമാര് ചോദിച്ചു, നബിയെ ഞങ്ങളല്ലേ അങ്ങയുടെ സഹോദരങ്ങള്? അവിടുന്ന് പറഞ്ഞു, അല്ല, ഞങ്ങളെന്റെ അസ്ഹാബ് അനുചരന്മാരങ്ങള്. എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനിയും ഭൂമിയിൽ പിറക്കാത്തവരാ, ഇനിയും ജനിച്ചിട്ടില്ലാത്തവരാ. അവരെന്നെ കണ്ടിട്ടില്ല, പക്ഷെ എന്നെ അറിയുന്നവരാണ്. എന്നെ കണ്ടിട്ടില്ലെങ്കിലും എന്നെ വിശ്വസിക്കുന്നവരാണ്, എന്നെ കണ്ടിട്ടില്ലെങ്കിലും എന്നെ സ്നേഹിക്കുന്നവരാണ്. അവരെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, നമ്മെ കാണാൻ ആഗ്രഹിച്ച മുത്തനബിതങ്ങൾ, ആ മുത്തനബിതങ്ങളെ ഒന്ന് കാണാൻ നമുക്ക് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? പഠിച്ചോനെ, ഈ കണ്ണുകളെ കൊണ്ട് ആ പരിശുദ്ധമായ പ്രമുഖം ഒന്ന് കണ്ടിരുന്നെങ്കിൽ, ആ മഹത്തായ പ്രകാശം ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടായിട്ടുണ്ടോ? വഫാത്തിന്റെ നേരത്ത് അവിടെ നിന്ന് വല്ലാത്ത വിഷമത്തിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, നബിയെ എന്താണ് നിങ്ങളുടെ വിഷമം? അവിടെ നിന്ന് പറഞ്ഞു, എനിക്ക് വിഷമം, എനിക്ക് ഒരു വിഷമവുമില്ല. രാജനായ റബ്ബിനെ കാണാനല്ലേ ഞാൻ പോണത്. എന്റെ കൂട്ടുകാരനായ റബ്ബിന്റെ ഹദറത്തിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തിനാ വിഷമിക്കണത്? പക്ഷെ എന്റെ വിഷമം ഞാനിവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനിയും ജനിച്ചിട്ടില്ലാത്ത എന്റെ ഉമ്മത്ത് അവര് സാധുക്കളാണ്. ജിബ്രീൽ, അവര് തെറ്റുകളിലേക്ക് വഴി പോകുമ്പോൾ ആ തെറ്റുകളുടെ കറകളിൽ നിന്ന് അവരെ ശുദ്ധീകരിക്കാൻ, അവരെ പിടിച്ചു നിർത്താൻ, ആ തെറ്റുകൾ പഠിച്ചവൻ പുറത്തു കൊടുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കലിനെ തേടാൻ ഇനി ആരുണ്ട്? ജിബ്രീൽ, എന്റെ ഉമ്മത്തിന് ആരാണുള്ളത്? ജിബ്രീൽ, ആ വേദന അല്ലാഹു അറിയുകയാണ്. രാജാതിരാജനായ റബ്ബ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറുപടി നൽകുകയാണ്, അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യം ഓർത്തിട്ടങ്ങ് വേദനിക്കണ്ട. അവരുടെ കാര്യം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങേക്ക് ഇഷ്ടമില്ലാത്ത ഒരു തീരുമാനവും നിങ്ങളുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഞാൻ എടുക്കുകയില്ല എന്ന രാജാതിരാജനായ റബ്ബിനെ ഉറപ്പ് വാങ്ങിയിട്ടാണ് നമുക്ക് വേണ്ടി മുത്തനബിതങ്ങൾ അല്ലാഹുവിന്റെ ഹദറത്തിലേക്ക് യാത്രയായിട്ടുള്ളത്. മരണ സമയത്തിലും ഉമ്മത്തിയെ ഓർത്തവർ സയ്യിദുനാ നബിയേ. മരണ സമയത്തിലും ഉമ്മത്തിയെ ഓർത്തവർ സയ്യിദുനാ നബിയേ. അവിടുന്ന് സന്തോഷം വന്നപ്പോ ഓർത്തത് ഉമ്മത്തിനെയാണ്. പഠിച്ചവനെ, ഈ സന്തോഷം എന്റെ ഉമ്മത്തിനും കൊടുത്തു ഓർമ്മേ അവിടെ ചോദിക്കുകയാണ്. അവിടുന്ന് പ്രയാസങ്ങൾ വന്നപ്പോ ഓർത്തത് ഉമ്മത്തിനെയാണ്. പഠിച്ചവനെ, ഈ പ്രയാസം എന്റെ ഉമ്മത്തിന് കൊടുക്കില്ലേ എന്ന് ദുആ ചെയ്തതാണ്. എപ്പോഴും ഉമ്മത്തിനെ ഓർത്തുകൊണ്ട് ഒരുങ്ങി തീർന്ന ഒരു ജീവിതം, അത് നമ്മുടെ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാം പോലും മുത്തനബിയുടെ പിന്നാലെ നടക്കുകയാണ്. യാ ബുനയ്യ, എന്റെ പൊന്നുപോലെ, അങ്ങയുടെ ഉമ്മത്തിൽ ഒരാളായി എന്നെ കൂടി പരിഗണിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മുത്തനബിയുടെ പിന്നാലെ നടക്കുന്ന മഹ്ശറയിൽ ആ ഹബീബിന്റെ ഉമ്മത്തിൽ ഒരാളായി മാറി കഴിഞ്ഞാൽ അതിനപ്പുറം വലിയ സൗഭാഗ്യമുണ്ടോ? പാപമാലേ കറുത്തു പോയൊരു കൽബും കൊണ്ടീവ് വന്നീതാ. പാപഭാരങ്ങൾ തീർത്ത് കൽബക റഹനൽഗണേ സീദേ അസ്വലാത്തു والسلام عليك يا رسول الله. الصلاة والسلام عليك يا حبيب الله. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ ഈ സദസ്സിന്റെ അവസാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അല്പനേരം കൂടി നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്തത് നമ്മുടെ കൽബ് പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നമ്മളിനി എല്ലാം മറന്ന് ദുനിയാവിന്റെ ചിന്തകളെ നമ്മൾ മറക്കുക. ദുനിയാവിനെ മറന്നിട്ട് നമ്മൾ മദീനത്തേക്ക് ഒരു യാത്ര പോവാം.
ആ യാത്രയിൽ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയെ ഈ കണ്ണാലെ കാണാൻ നമുക്ക് കഴിയണം. നമ്മുടെ കൽബിന്റെ കണ്ണാടിയിൽ മസ്ജിദുൽ നബവിയുടെ മനോഹരമായ ചിത്രം തെളിയണം. ആ മദീനയെ ആത്മാവ് കൊണ്ട് തൊട്ടറിയാൻ ഈ രാത്രിയിൽ ഈ സദസ്സിൽ വെച്ച് നമുക്ക് കഴിയണം. ആ പച്ചക്കുമ്പയെ ഈ കണ്ണുകൊണ്ട് നമ്മൾ ഇങ്ങനെ നോക്കി കാണണം. ആ വിശുദ്ധമായ തിരു ഹബീബിന്റെ ഹദ്റത്തിലേക്ക് നമ്മൾ ആത്മാവ് കൊണ്ടുപോയി ഒരുങ്ങുകയാണ്. എല്ലാവരും കണ്ണടച്ച്, ഇവിടെ നേരത്തെ ഇരുട്ടാണ്, മറ്റു കാഴ്ചകളും നമ്മൾ കാണുന്നില്ല. എന്നാൽ ഒന്ന് കണ്ണടക്കുക, എല്ലാവരും കണ്ണടച്ച് മനസ്സൊന്ന് ശാന്തമാക്കുക. എല്ലാ ചിന്തകളും തൽക്കാലത്തേക്ക് മറന്നുകളയാണ്. ദുനിയാവിന്റെ ചിന്തകളെ മനസ്സിലേക്ക് വരില്ല എന്ന് തന്നെ നമ്മൾ ഓർപ്പിക്കുക. നമ്മുടെ വീടോ കുടുംബമോ ജോലിയോ എന്തും അവിടെ എല്ലാം ഒന്ന് മറന്നുകളയാണ്. എന്നിട്ട് ആ ശൂന്യമായ മനസ്സിലേക്ക് ഒരു ചോദ്യം നമ്മൾ ഇട്ടു കൊടുക്കുക. ഞാനിപ്പോ എവിടെയാണുള്ളത്, ഞാൻ എവിടെയാണുള്ളത് എന്ന ചോദ്യത്തിന് നമ്മുടെ മനസ്സാക്ഷി പറയുന്ന മറുപടി എന്താണ്? ഞാനിതാ നാട്ടിലാണുള്ളത്. ഒരുപക്ഷെ അങ്ങനെയായിരിക്കും പറയാം. കാരണം ഇത്ര നേരം നമ്മൾ ശരീരം എവിടെയായിരുന്നെങ്കിൽ മനസ്സ് വീട്ടിലായിരിക്കും. നമ്മൾ ഇതുവരെ മനസ്സ് എവിടെയായിരുന്നോ അതായിരിക്കും നമ്മുടെ മനസ്സിപ്പോ പറയാ. ചില ആൾക്കാരുടെ മനസ്സ് പറയും ഞാനിതാ മണിക്കൂറുകളായി മദഹുകൾ പെയ്തിറങ്ങുന്ന മനോഹരമായ ഹദീസിലാണെന്ന് പറയും. ചില ആൾക്കാര് ഞാൻ എവിടെയാണ് എന്ന ചോദ്യത്തിന് ഞാൻ ഇപ്പൊ എവിടെയാണ് മനസ്സിനോട് ചോദിച്ചാൽ അവരുടെ മനസ്സ് പറയാൻ ഞാനിതാ മദീനത്തെത്തിയിരിക്കുന്നതായിരിക്കും. അത്രമേൽ മദീനയെ മനസ്സിൽ ആവാഹിച്ചെടുത്ത ആ മദീന എന്ന് കേൾക്കുമ്പോഴേ കണ്ണ് നിറഞ്ഞു പോകുന്ന, മനസ്സ് നിറയെ മദീനയുടെ സുഗന്ധം പേറുന്ന ഒന്നോ രണ്ടോ നല്ല മനുഷ്യന്മാർ ഇഷ്ടത്തിലുണ്ടാകുന്ന എനിക്ക് ഉറപ്പാണ്. അല്ലാഹുവേ, ആ നല്ല മനുഷ്യന്മാരുടെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ. ഈ പരിശുദ്ധമായ സദസ്സിൽ വെച്ച് ഖൽബ് കൊണ്ട് മദീന കാണുന്നവർ ആരൊക്കെയുണ്ടോ അവർക്ക് കണ്ടുകൊണ്ട് മദീന കാണാൻ നീ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ കണ്ണടച്ച് നിൽക്കുമ്പോ കൺമുമ്പില് ഒരു കാഴ്ചയും നമ്മൾ കാണുന്നില്ല. കുറെ പ്രകാശങ്ങൾ തിളങ്ങുന്നത് നമ്മൾ കാണുകയാണ്. ആ പ്രകാശത്തെ തേടി നമ്മൾ മുന്നോട്ട് കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് അതാ ധവള പ്രകാശത്തിൽ നിൽക്കുന്ന മദീന എന്ന മനോഹരമായ നഗരമാണ്. ആ മദീനയുടെ കേന്ദ്ര ബിന്ദുവായി ആകാശത്തെ ഉയർന്നു നിൽക്കുന്ന വെള്ളമിനാരങ്ങളുമായി മസ്ജിദുൽ നബവി എന്ന ആ വെള്ള കൊട്ടാരം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. അതിന്റെ കനത്ത മതിൽക്കെട്ടുകൾ കടന്ന് വെള്ള മാർബിൾ പതിച്ച തിരുമുറ്റത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ, ആ പരിശുദ്ധമായ വെള്ള കൊട്ടാരം, അതിന്റെ സ്വർണ്ണ നിറമുള്ള വാതിലുകൾ, അതിന്റെ മനോഹരമായ പച്ച നിറമുള്ള കാർപ്പറ്റുകൾ, അതിന്റെ മനോഹരമായ സ്വർണ്ണ നിറമുള്ള വിളക്കുകൾ എല്ലാം നമ്മുടെ കൺമുമ്പിൽ ഇങ്ങനെ തെളിഞ്ഞു വരികയാണ്. മസ്ജിദുൽ നബവിയിൽ ചെന്നിരിക്കുന്ന പോലെ നമ്മുടെ മനസ്സ് നമ്മോട് മന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ പരിശുദ്ധമായ കാഴ്ചക്ക് വേണ്ടി നമ്മുടെ കണ്ണുകൾ പരതുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന ഗുംബദെ ഖസ്റ മുത്തനബിയുടെ പച്ച കുബ്ബ ഇതാ നമ്മൾ കൺമുമ്പിൽ കാണുകയായി. മനസ്സിന്റെ കണ്ണാടിയിൽ ആ ഹരിതാഭയുടെ തിളക്കം നമ്മൾ ഇങ്ങനെ അനുഭവിക്കുകയാണ്. മദീനയിലൊന്നു ചെന്നാലോ മടങ്ങി വരാ മറന്നീടും മധുര നിലാനുണഞ്ഞാലോ മടിയാനും കൊതിച്ചിടും കൊടും ചൂടുള്ള മരുഭൂവിൽ കുളിർത്തന്നല്ലിടും കൊതിയൂറും മജവയിൽ കടലമലിഞ്ഞു ചേരിടും. ആ മദീനത്തേക്ക് നമുക്കൊന്ന് പോണ്ടേ? ആ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയുടെ തണലിൽ ഒന്നിരിക്കണ്ടേ? ആ പച്ചക്കുബ്ബയുടെ ചാരത്തിൽ ഇങ്ങനെ കടന്നു ചെന്നിട്ട് മനസ്സിന്റെ വേദനകൾ ഇറക്കി വെക്കണ്ടേ? പ്രിയപ്പെട്ടവരെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയിൽ ഇപ്പോൾ മഗ്‌രിബിന്റെ ഇശാഇന്റെ ഇടയിലുള്ള സമയമായിരിക്കും. 10,000 വിശ്വാസികൾ മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് പോവാതെ മസ്ജിദുൽ നബവിയിൽ തന്നെ ഇരുന്ന് സ്വലാത്തുകൾ ചൊല്ലുന്നവരുണ്ടാകും, ഖുർആൻ ഓതുന്നവരുണ്ടാകും, ദുആ ചെയ്യുന്നവരുണ്ടാകും.
ഈ കരഞ്ഞുകൊണ്ട് മനസ്സിന്റെ വേദനകൾ മുസ്ലിമികളോട് പറയുന്നവരുണ്ടാവും. ആ മനോഹരമായ മദീനത്ത് ഈ നിമിഷം എത്തിച്ചേർന്നവരെത്ര ഭാഗ്യവാന്മാരാണ്. ഈ ദിവസം മദീനത്തുള്ളവരെത്ര ഭാഗ്യവാന്മാര്. ആ കൂട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ളവരുണ്ട്, നമ്മുടെ ബന്ധുക്കളുണ്ട്, നമ്മുടെ കൂട്ടുകാരുണ്ട്, പരിചയക്കാര് പലരുമുണ്ട്. പക്ഷേ നമ്മളില്ലല്ലോ. ഈ രാത്രിയിൽ മദീനത്ത് ചെല്ലാൻ നമുക്ക് കഴിഞ്ഞില്ലല്ലോ. സുബഹി നേരത്ത് പലരുമാമദീനത്ത് പച്ചക്കൊമ്പ ചൂടെ നിന്ന് അസ്സലാമൊഴിയേ പാപിയാലയാണ് മോഹമാതിരുറൗളയാണ് കരുണമന്ദിരമാമദീന കാണുവാൻ പുതിയേ കനവിലവിരുന്നു വന്നാൽ കൽബ് ഞാൻ പകോർത്തു നൽകാം. കാത്തിരുന്നു നിരാശയാലേ മദീനയൊന്ന് കാണാൻ ഞങ്ങൾക്ക് എന്ന് ഭാഗ്യമുണ്ടാകും റബ്ബേ. ആ ദിവസം ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാഹ്. ആ ദിവസത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. സകല തെറ്റുകളിൽ നിന്നും ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ഒരു വെളുത്ത വസ്ത്രം പോലെ ശുദ്ധീകരിക്കപ്പെട്ടവരായി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ സംശുദ്ധരായി ആ മദീനത്തുകൂടെ നടന്നു പോകണം. ചെത്തുകൊണ്ട് സലാം പറയണം. നീ ഞങ്ങൾക്ക് അനുവാദം നൽകണേ അല്ലാഹ്. മദീനത്തെ രാത്രികൾ ഉറങ്ങാനുള്ളതല്ല. മദീനത്ത് പോവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ പ്രിയപ്പെട്ടവരെ ഇശാസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ റൂമിലേക്ക് പോകും, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും. നമ്മൾ ഉറങ്ങരുത്. ഒരു 12 മണിയാകുമ്പോ 1 മണിയാകുമ്പോ നമ്മൾ റൂമിൽ ഇറങ്ങണം. പരിശുദ്ധമായ മസ്ജിദുൽ നബവിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പതുക്കെ നടക്കണം. ആ മദീനയിലെ മനോഹരമായ കുളിരുള്ള രാത്രിയിൽ ഉഹദ് മലയെ തഴുകി തലോടി വരുന്ന ജന്നത്തുൽ ബഖീയിലെ തലോടി വരുന്ന ആ തണുത്ത കാറ്റേറ്റ് മദീനയിലെ തെരുവിലൂടെ നമ്മൾ ഇങ്ങനെ മസ്ജിദുൽ നബവിയെ ലക്ഷ്യമാക്കി നടക്കണം. മദീനത്തെ തെരുവുകൾ ശാന്തമായിരിക്കുമ്പോൾ ഒച്ചപ്പാടുകളില്ല, ബഹളങ്ങളില്ല, വാഹനങ്ങളുടെ ശബ്ദങ്ങളില്ല. ശാന്തമായ ദീപാലങ്കൃതമായി വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന മസ്ജിദുൻ നബവി പരിശുദ്ധമായ മദീനത്തെ തെരുവിലൂടെ നമ്മളിങ്ങനെ മുന്നോട്ട് നടന്നു ചെല്ലണം. അങ്ങനെ മസ്ജിദുൻ നബവി ഇങ്ങനെ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്നത് കാണാം. ആ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്തേക്ക് നമ്മൾ കടന്നു ചെല്ലണം. ആ സമയത്ത് മസ്ജിദുൻ നബവിയും അതിന്റെ മുറ്റവുമൊക്കെ ഏറെക്കുറെ ശാന്തമായിരിക്കും. കുറെ ആളുകളൊന്നും ഉണ്ടാവില്ല. എല്ലാവരും ഉറങ്ങാൻ പോയ നേരായിരിക്കും. ആ ശാന്തമായ തണുപ്പുള്ള രാത്രിയിൽ മസ്ജിദുൻ നബവിയുടെ മനോഹരമായ തിരുമുറ്റത്ത് ഒരു മൂലയില് ആ പച്ചക്കുപ്പ കാണുന്ന ഒരു സ്ഥലത്ത്, എന്നാലോ മുത്തനബിതങ്ങളുടെ നേരിട്ട് മുമ്പിൽ പോയിരിക്കാതെ ഒരു സൈഡിലേക്ക് മാറിയിട്ട് ഒരു മൂലത്തിലേക്ക് ഒതുങ്ങിയിട്ട് ഒരു പാപിയെ പോലെ, ഒരു സാധുവിനെ പോലെ, ഒരു ദരിദ്രനെ പോലെ, ഒരു യാചകനെ പോലെ മസ്ജിദുൻ നബവിയുടെ തിരുമുറ്റത്ത് നമ്മൾ ഇങ്ങനെ ചെന്നിരിക്കണം. ആ രാത്രി എത്രമേൽ മനോഹരമായിരിക്കും. 14-ാം രാവിന്റെ ചന്ദ്രനികര മാനത്ത് പുഞ്ചിരി പൊഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 1000 നക്ഷത്രങ്ങൾ കണ്ണു ചിമ്മി തുറക്കുന്ന ആകാശമേലാപ്പിന് ചുവട്ടിൽ ആ ശാന്തമായ തണുത്ത മദീനത്തെ രാത്രിയിൽ മസ്ജിദുൽ നബവിയുടെ പരിശുദ്ധമായ ആ അങ്കണത്തിൽ ഇങ്ങനെ ഇരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഒരു ആത്മീയ അനുഭൂതി മറ്റെന്താണ്? തലതാഴ്ത്തി കണ്ണുകൾ അടച്ച് തിരു ഹബീബിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നഷ്ട സ്നേഹത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. എന്നിട്ട് ഹബീബിനോട് മനസ്സ് പൊട്ടുന്ന ഭാഷയിൽ നമ്മൾ വിളിക്കണം. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അങ്ങയോട് സ്നേഹമുണ്ട് എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയേ. പക്ഷേ എന്റെ കൽബിന്റെ അകത്തളങ്ങളിൽ ആ സ്നേഹത്തിന്റെ ഒരംശം പോലും എനിക്ക് കണ്ടെത്താൻ കഴിയത്തില്ല. യാ റസൂലല്ലാഹ്, അങ്ങേക്ക് കൽബ് പറിച്ചു തരാൻ ഞാൻ ഒരുക്കമാണെന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളുടെ കൽബ് ആർക്കൊക്കെയോ വേണ്ടി ഞങ്ങളെ നൽകിയ യാ റസൂലല്ലാഹ്, ഏതൊക്കെയോ ഹറാമായ ബന്ധങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മുറിച്ചു കൊടുത്തു.
കൽവിൽ ഞങ്ങൾ കുടിയിരുത്തിപ്പോയി. ഈ പാപിയായ എനിക്ക് ഈ മദീനത്തേക്ക് കടന്നു വരാനുള്ള ഒരർഹതയുമില്ല. എന്റെ കണ്ണുകളിൽ ഹറാമിന്റെ കറകളാണ്, എന്റെ കാതുകളിൽ ഹറാമിന്റെ വർത്തമാനങ്ങളാണ്, എന്റെ നാവുകൊണ്ട് ഞാൻ പറഞ്ഞത് ഹറാമിന്റെ വാക്കുകളാണ്, എന്റെ കൽവിൽ നിറഞ്ഞു നിൽക്കുന്നത് ഹറാമിന്റെ മാലിന്യങ്ങളാണ്. അങ്ങ് സ്വീകരിക്കുമോ ഹബീബേ? അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു, ഞങ്ങളെ ധിക്കരിച്ചു, അങ്ങ് ഞങ്ങളോട് കരുണ കാണിച്ചു, ഞങ്ങൾ അങ്ങയോട് നന്ദികേട് കാണിച്ചു. അങ്ങ് ഞങ്ങൾക്ക് സ്വർഗത്തിന്റെ വഴി കാണിച്ചു, ഞങ്ങളോ നരകത്തിന്റെ വഴിയിലേക്ക് അങ്ങയിൽ നിന്ന് കുതറിയോടിപ്പോയി. ഈ പാപികളുടെ കൽവിനെ അങ്ങ് ഏറ്റെടുക്കുമോ ഹബീബേ? ഈ പാപങ്ങളുടെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ ഒരു പ്രകാശത്തിന്റെ കണികയായി അങ്ങ് കടന്നു വരുമോ യാ റസൂലല്ലാഹ്? ഒന്നു കണ്ടോട്ടെ അനുവാദം തരുമോ? എന്റെ ഹൃദയത്തിലുണർന്നുമാ ഒന്നു വിളിച്ചോട്ടെ അനുകമ്പ വരുമോ? ഇനിയും കഴിയാത്ത പാപങ്ങൾ തീരാൻ. സഹോദരങ്ങളെ വിശുദ്ധമായ മദീനത്തെ മസ്ജിദുൽ നബവിയുടെ മുറ്റത്തിന്റെ ഒരു അറ്റത്ത് ഇങ്ങനെ ആ രാത്രിയുടെ ഇരുട്ടില് ആ വിജനതയിൽ ഏകാന്തതയിൽ നമ്മളിങ്ങനെ തലതാഴ്ത്തി കണ്ണടച്ചിരുന്നിട്ട് നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് നാം ചെയ്തു കൂട്ടിയ കൂട്ടികളുടെ പരാതികൾ മാറാപ്പകളോടെ സഹോദരങ്ങളെ, ഈ ജീവിതത്തിലൂടെ നമ്മൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ നമുക്കൊന്ന് ഓർത്തെടുക്കാൻ കഴിയുമോ? ഒരു 10 കൊല്ലം മുമ്പ് നമ്മൾ ചെയ്ത തെറ്റ് നമുക്കിപ്പോ ഓർമ്മയുണ്ടോ? ഒരു 20 കൊല്ലം മുമ്പ് വന്നുപോയ തെറ്റുകൾ നമ്മുടെ മനസ്സിൽ ഓർക്കുന്നുണ്ടോ? നമ്മൾ മറന്നില്ലേ? പക്ഷേ ദയ്യാനായ സത്താറായ മറന്നിട്ടില്ല. പഠിച്ചോണ്ട് കിതാബിനെ വായിക്കാൻ കഴിയില്ല. ഓർക്കുക, അത് മറക്കാനുള്ളതല്ല. നാം ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഒന്നോർത്ത് നോക്കൂ സഹോദരങ്ങളെ. നാം ചെയ്തു കൂട്ടിയ പാപങ്ങൾ, നാം നഷ്ടപ്പെടുത്തിയ നന്മകൾ, നാം കളാക്കി കളഞ്ഞ നിസ്കാരങ്ങൾ, നാം നഷ്ടപ്പെടുത്തിയ നന്മകൾ എല്ലാം നമ്മുടെ മനസ്സിലൂടെ കടന്നു വരട്ടെ. നാം വേദനിപ്പിച്ച മനസ്സുകൾ ഈ തെറ്റുകളുടെ പാപഭാരവുമായി അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് ധൈര്യമുള്ള പ്രിയപ്പെട്ടവരെ. ആ തെറ്റുകൾ ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പ്, ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് നമുക്ക് പൊറുക്കപ്പെടാൻ രാജാതിരാജനായ റബ്ബിനോടൊന്ന് പറഞ്ഞൂടെ? ആ തെറ്റുകൾ പടച്ചോ പുറത്തു തരാൻ വേണ്ടി മുത്തുനബിതങ്ങളോട് ഒന്ന് ശഫാഅത്ത് ചെയ്യാൻ പറഞ്ഞൂടെ നമുക്ക്? അറ്റമില്ലാതേറിയ അങ്ങയിൽ പാരാതിയായി സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി. മനസ്സറിഞ്ഞ് ചൊല്ലണേ, മദീനത്താണ് നമ്മളുള്ളത്. അശ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി യാ റസൂലല്ലാഹ്. പഠിപ്പിച്ച ദീനിന്റെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഒരുപാട് അകലെയാണ് നബിയേ. അങ്ങ് ഞങ്ങളെ നോക്കത്താ ദൂരത്തേക്ക് ആട്ടി അകറ്റരുതേ യാ റസൂലല്ലാഹ്. അങ്ങയുടെ ശഫാഅത്തിന്റെ വാതിൽ ഞങ്ങളിൽ നിന്ന് കൊട്ടിയടക്കരുതേ ഹബീബേ. എത്ര പാട്ടുപാടിയിട്ടും എത്ര രാവ് തേടിയിട്ടും മുത്തുനബി പോമുഖം ഞാൻ കണ്ടതേയില്ല. എത്ര പാട്ടുപാടിയിട്ടും എത്ര രാവ് തേടിയിട്ടും
മുത്തുനബി പോകും ഞാൻ കണ്ടതേയില്ല. എങ്ങനെ കാണാനാണ്, എങ്ങനെ കാണാനാണ്? ഈ കണ്ണുകളെ ഹറാമുകളെ കണ്ടിട്ട് നമ്മൾ മലിനപ്പെടുത്തിയില്ലേ? ഈ കണ്ണുകളിൽ നിറഞ്ഞത് ഹറാമിന്റെ കറകളല്ലേ? കണ്ടുകൂട്ടിയ സിനിമകൾക്ക് കയ്യും കണക്കുമുണ്ടോ? ഹറാമായ കാഴ്ചകൾക്ക് കണക്കുണ്ടോ? ഒന്ന് മനസ്സറിഞ്ഞ് പടച്ചവനോട് ചോദിക്കുമോ? അല്ലാഹുവേ, നിന്റെ ഔദാര്യം തെറ്റുകൾ നീ പുറത്തു തരണേ അല്ലാഹ്. സഹോദരങ്ങളെ, മനസ്സറിഞ്ഞ് ജീവിതത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത അത്രയും ആത്മാർത്ഥമായി പടച്ചവനോട് 3 വട്ടം ഇസ്തിഗ്ഫാർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? സഹോദരങ്ങളെ, ഇതാ ഈ യുദ്ധത്തിൽ വെച്ച് നമ്മുടെ തെറ്റല്ല പുറത്തു തരാൻ ഒരുക്കമാണ് നമ്മൾ പൊറുക്കലിനെ തേടുന്നതിന്റെ ശക്തി അനുസരിച്ച് ആരും കാണൂല. പടച്ചോനല്ലാതെ ഈ കണ്ണിന്റെ നനവ് കാണൂല. ആ കണ്ണൊന്ന് നിറഞ്ഞോട്ടെ. രാജാതിരാജനായ റബ്ബിന് വേണ്ടി അല്ലാതെ ആർക്ക് വേണ്ടിയാ പിന്നെ നമ്മൾ കരയാ? കുറെ ദുനിയാവിന് വേണ്ടി കരഞ്ഞില്ലേ? കുറെ ബാക്കിയുള്ളവർക്ക് വേണ്ടി കരഞ്ഞില്ലേ? കുറെ ദുനിയാവിലെ ആകാംക്ഷകൾ രക്ഷപ്പെട്ടതിന്റെ പേരിൽ നമ്മുടെ കണ്ണുനീര് നമ്മൾ വെറുതെ കളഞ്ഞില്ലേ? നമുക്ക് വേണ്ടി ഒന്ന് കരഞ്ഞൂടെ പ്രിയപ്പെട്ടവരെ? ഈ മരിച്ചു കവറിൽ കിടക്കുന്ന നേരത്തെ ആരാ എന്റെ കൂടെ ഉണ്ടാവാറുണ്ട്? സ്വന്തത്തെ പറ്റി ആലോചിച്ചുകൊണ്ടൊന്ന് കരയാൻ പറ്റുമോ? ഒരു 3 തവണ ഇസ്തിഗ്ഫാർ നമ്മൾ ചൊല്ലുക. അത് ചൊല്ലിക്കഴിയുമ്പോഴേക്ക് സകല തെറ്റുകളിൽ നിന്നും അല്ലാഹു നമ്മളെ ശുദ്ധീകരിക്കണം. ആ ആഗ്രഹം മനസ്സിൽ വെച്ചിട്ട് ഒന്ന് ചൊല്ലൂ. അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം, അസ്തഗ്ഫിറുല്ലാഹൽ അദീം. മദീന മനസ്സിൽ ഇങ്ങനെ കാണുകയാണ് നമ്മൾ. ആ പരിശുദ്ധമായ മസ്ജിദുൽ നബവിയുടെ തിരുമുറ്റത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കൽബറിഞ്ഞ്, മനസ്സറിഞ്ഞ്, കണ്ണറിഞ്ഞ്, ആത്മാവറിഞ്ഞ് ഹബീബിനോട് അൽപ്പം സ്വലാത്തും സലാമും ചൊല്ലാമോ? സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. ചൊല്ലു സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. الصلاة والسلام عليك يا سيدي يا رسول الله. 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 خذ بيدي قلت حيلتي أدركني يا حبيب الله. ഹൃദയം പിടക്കുന്നു യാ റസൂലല്ലാഹ്. ഇനിയും പാപമാലേ നടക്കുകയില്ല. ഇവനൊരു തൗബയുണ്ടോ യാ റസൂലല്ലാഹ്. ഇനി ഞാൻ ചെയ്യുകയില്ല യാ ഹബീബല്ലാഹ്. നബിയേ ഹറാമേ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ്. നബിയേ ഹറാമേ കണ്ട കണ്ണാണ് പലവിധ തിന്മകൾക്കും അടിമയാണ്. നിധിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നരകത്തിലെറിയും പേടികൊണ്ടാണ്. ഹബീബേ, അങ്ങ് ഞങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എങ്കിൽ ആരോരും പരിഗണിക്കാനില്ലാതെ ആ നരകത്തിന്റെ അടിത്തട്ടിൽ ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഞങ്ങൾ പേടിക്കുന്നു യാ റസൂലല്ലാഹ്. അങ്ങല്ലാതെ ആരുമില്ല നബിയേ. പടച്ചോന്റെ മുമ്പിൽ ഞങ്ങൾക്ക് വേണ്ടി പറയാൻ പടച്ചോന്റെ പടപ്പുകളിൽ അങ്ങല്ലാതെ വേറെ ആരുമില്ല യാ റസൂലല്ലാഹ്. ഇരുളാ ഖബറിനെ
കാത്തിരിപ്പുണ്ട് ഇവനൊരു മൈതാകും കാലമതുണ്ട് മുത്തിന്മത് അല്ലാതെ ഇവർക്കുണ്ട് മുന്തും മത് പാടി ശിഫയും കൂട് അല്ലാഹുവേ നീ സ്വീകരിക്കണേ പഠിച്ചോനെ ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ ഖൽബ് കൊണ്ട് മദീന കണ്ടവരെ അല്ലാഹുവേ കണ്ണുകൊണ്ട് മദീന കാണാൻ നീ ഭാഗ്യം നൽകണേ റബ്ബേ അല്ലാഹുവേ ദുനിയാവിന്റെ സകല ചിന്തകൾ ഞങ്ങൾ മറന്നിട്ട് മദീനത്തേക്ക് ഒരു സിയാറത്തിൽ ഞങ്ങൾ പോയി പഠിച്ചോനെ ഇതൊരു സിയാറത്തായി നീ ഖബൂലാക്കണേ അല്ലാഹ് ഈ രാത്രി മദീനത്തെത്തിയവരോടൊപ്പം മദീനത്തെത്താത്ത ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ പഠിച്ചോനെ മരിക്കുന്നതിന് മുമ്പ് ആ പുണ്യഭൂമികളിലേക്ക് ഞങ്ങളെ എത്തിക്കണേ ഹദ്റത്തിൽ നിന്നിട്ട് മനസ്സറിച്ച് തേങ്ങിക്കരഞ്ഞ് ആ കണ്ണുനീര് കൊണ്ട് തെറ്റുകളെ കഴുകിക്കളയാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ റബ്ബേ ലിസ്റ്റുകൾ ഉണക്കാം നമ്മൾ ദുആ ചെയ്ത് അടുത്ത സെഷനിലേക്ക് ഉടനെ തന്നെ കടക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മജ്‌ലിസിനെ ഖബൂലാക്കട്ടെ സഹോദരങ്ങളെ കുറേ ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട് ഇൻഷാ അല്ലാഹ് അവർക്ക് വേണ്ടിയൊക്കെ ഒരു ചുരുങ്ങിയ ദുആ നമ്മൾ നടത്തും ഇൻഷാ അല്ലാഹ്